ഉണ്ടാവില്ല ഒരു തർക്കവും. അത് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ തർക്കം ഉണ്ടാവണം? ഇതിൻ്റെ അകത്തുള്ള പ്രശ്നം ഒന്നിലധികം ആളുകൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ള അതിന് പ്രാപ്തിയുള്ള ആളുകളുണ്ട്. അതിൽ നിന്ന് ഒരാളെ വയ്ക്കാൻ പറ്റുള്ളൂ, ഒരാളെ വയ്ക്കും. രാജിക്കാര്യം ചോദിച്ചപ്പോൾ അത് ആനക്കാര്യമല്ല എന്ന് വാദിച്ചവരുണ്ടായിരുന്നു. തിരുത്തേണ്ടി വരും അവർക്ക് എന്നാണ് സൂചന. രാഹുൽ മാക്കൂട്ടത്തിൻ്റെ രാജിക്കാര്യം കോൺഗ്രസിൽ സജീവ ചർച്ചയാവുകയാണ്. സ്ത്രീ വിഷയങ്ങളിൽ കടുത്ത നിലപാടെടുക്കുന്ന പാർട്ടിയാണ് എന്ന് തെളിയിക്കുമെന്ന് വി ഡി സതീശൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. രാഹുലിനെ സംസാരിക്കാൻ അല്ലെങ്കിൽ രാഹുലിനെ സംരക്ഷിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞ ചിലരും നമുക്ക് മുന്നിലുണ്ട്. അതിൽ ഏറ്റവും സുപ്രധാന വ്യക്തിയാണ് ഷാഫി പറമ്പിൽ. ഒരു കോടതി വിധിയോ ഒരു FIR-ഓ അതല്ലെങ്കിൽ ഒരു സീരിയസ് ആയിട്ടുള്ള റിട്ടേൺ ആയിട്ടുള്ള ഒരു കംപ്ലൈന്റ് ഏതെങ്കിലും സർക്കാർ സംവിധാനങ്ങളിലോ ഒക്കെ വരുന്നതിന്റെ മുമ്പ് തന്നെ ഇങ്ങനെ ഒരു ആരോപണ പരിസരം ഉയർന്നപ്പോൾ അതിൽ രാജ്യസന്നദ്ധത പാർട്ടി നേതൃത്വത്തെ അറിയിക്കുകയും പാർട്ടി നേതൃത്വമായിട്ട് ആലോചിച്ചിട്ട് തന്റെ രാജിയും അയാൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വീണ്ടും മാധ്യമങ്ങളെ കാണാൻ തയ്യാറെടുക്കുകയാണ് രാഹുൽ മാക്കൂട്ടത്തിൽ. രാജി ആലോചനയിൽ ഇല്ല എന്നായിരുന്നു ആദ്യം രാഹുലിൻ്റെ പ്രതികരണം. ഇനി അങ്ങനെ തുടരാനാകുമോ രാഹുലിന്? ജനാധിപത്യ മര്യാദയിൽ മാതൃകയാകുമോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? ആ ചോദ്യമാണ് ഇന്ന് പൊതുവേദി പ്രേക്ഷകർക്ക് മുന്നിൽ വയ്ക്കുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. എൻ്റെ ആദ്യ കോളർ ശ്രീനിവാസൻ, തിരുവനന്തപുരത്ത്. ശ്രീനിവാസൻ, രാഹുൽ മാക്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നത് രാജിക്കാര്യം പ്രഖ്യാപിക്കാനാകുമോ? യെസ്, അദ്ദേഹത്തിന് ടെലിഫോൺ ലൈനിൽ മഹി കേൾക്കാമോ? രാജിക്കാര്യം പ്രഖ്യാപിക്കാനാകുമോ മാധ്യമങ്ങളെ കാണുന്നത് രാഹുൽ മാധ്യമങ്ങളെ രാജിവെച്ചാലേ ഒക്കോളൂ. ഓക്കെ, വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം കൃത്യവുമാണ്. ഏതായാലും ഇത് രാഹുലിനെ ഇന്ന് സംരക്ഷിക്കാൻ വലിയ തോതിൽ ഇന്ന് എത്തിയത് ഷാഫി പറമ്പിൽ ആയിരുന്നു. ഒരു കോടതി വിധിയോ FIR-ഓ വരുന്നതിന് മുൻപ് തന്നെ രാജ്യസന്നദ്ധത പാർട്ടി നേതൃത്വത്തെ രാഹുൽ മാക്കൂട്ടത്തിൽ അറിയിച്ചു. പാർട്ടിയുമായി ആലോചിച്ച് രാജി പ്രഖ്യാപിക്കുകയും ചെയ്തു എന്ന് ഷാഫി പറയുന്നു. തങ്കച്ചൻ കോട്ടയത്ത് നിന്ന് എന്നോടൊപ്പം ചേർന്നു. തങ്കച്ചൻ, നമസ്കാരം സാർ. യെസ്, ഒരു രാജി പ്രഖ്യാപനം പ്രതീക്ഷിക്കാമോ കേരളത്തിന്? പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല സാറേ, കാരണം ഓക്കെ, വ്യക്തമാണ്. സന്തോഷ് എന്നോടൊപ്പം ചേരുന്നു കാസർഗോഡ് നിന്ന്. സന്തോഷ്, രാജി പ്രഖ്യാപനത്തിലേക്ക് നീങ്ങുമോ കാര്യങ്ങൾ? എന്താണ് താങ്കളുടെ പ്രതികരണം? രാജി വെക്കണ്ടെന്നാണ് എന്റെ അഭിപ്രായം. യെസ്, വ്യക്തമാണ്. ഓക്കെ സാർ, രാധാകൃഷ്ണൻ എന്നോടൊപ്പം ചേരുന്നത് ചാത്തന്നൂരിൽ നിന്നാണ്. ശ്രീ രാധാകൃഷ്ണൻ നമ്മുടെ പൊതുവേദിയിലേക്ക് വിളിച്ചിട്ട് കുറെ ദിവസമായി അല്ലേ? ഇന്നാണൊരു ചൂടൻ വിഷയം കിട്ടിയത്, അതുകൊണ്ടാ. ഏതായാലും അങ്ങ് കുറെ നാളുകൾ രാജിവെച്ച് മാതൃക കാണിക്കണം. പക്ഷെ അങ്ങനെ പ്രതീക്ഷിക്കാൻ കഴിയുമോ? രാഷ്ട്രീയ പാർട്ടികളിൽ സാധാരണ CPM ഒക്കെ ഇതിനൊരു ന്യായീകരണം പറഞ്ഞത് കുറ്റാരോപിതനല്ല എന്ന് തെളിഞ്ഞാൽ പിന്നെ MLA സ്ഥാനം തിരിച്ചു കിട്ടില്ല, അതുകൊണ്ട് ഇപ്പോൾ രാജിവെക്കരുത് എന്ന ആ നിലപാട് ഇവിടെയും അവർ ഉയർത്തിപ്പിടിക്കുമോ? ഞാൻ പ്രതീക്ഷിച്ച ചോദ്യമാണ് താങ്കൾ ചോദിച്ചത്. ഞാനൊന്ന് ചോദിക്കട്ടെ, സമീപകാലത്ത് ഞാൻ ഒരു പൊതുപ്രവർത്തകരാണ്. സമീപകാലത്ത് പലരെയും കുറിച്ചുള്ള ആരോപണങ്ങൾ വന്നല്ലോ. അന്നൊക്കെ ഇതേ വി ഡി സതീശനും UDF-ഉം പറഞ്ഞല്ലോ അവർ രാജിവെക്കണമെന്ന്. അപ്പോൾ ഇപ്പോൾ സ്വാഭാവികമായിട്ട് കോൺഗ്രസ്സുകാർ പറയുന്നത് ഞങ്ങൾ ഇവിടെ സദാചാര കമ്മിറ്റിയുടെ ആൾക്കാരാണ്, ഞങ്ങൾ അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരും. അപ്പോൾ ഇടതുപക്ഷത്തെ അല്ലല്ലോ, അല്ലെങ്കിൽ CPM-നെ അല്ലല്ലോ മാതൃകയാക്കേണ്ടത്. അപ്പോൾ അവർ ആദർശമുണ്ടല്ലോ, അവരെ രാജിവെച്ച് കാണിച്ചിട്ട് വേണം ജനങ്ങളെ അഭിമുഖീകരിക്കാൻ. യെസ്, വ്യക്തമാണ്. യെസ്, കൃത്യമാണ്. താങ്കളുടെ പ്രതികരണം കൃത്യമാണ്. ഉണ്ണികൃഷ്ണൻ എന്നോടൊപ്പം ചേരുന്നു പോത്തങ്കോട് നിന്ന്. ശ്രീ ഉണ്ണികൃഷ്ണൻ, രാജിക്കാര്യത്തിൽ എന്ത് തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? 100% രാജി പ്രഖ്യാപിക്കുന്നതാണ് എന്റെ തീരുമാനം. വ്യക്തമാണ്. രഞ്ജിത്ത് എന്നോടൊപ്പം ചേരുന്നു വടകരയിൽ നിന്നാണ്. രഞ്ജിത്ത്, രഞ്ജിത്തിന് എന്ത് തോന്നുന്നു? ഈ രാജിക്കാര്യം ചോദിച്ചപ്പോൾ ഇത് വലിയ ആനക്കാര്യമല്ല എന്ന് പറഞ്ഞ ഒരു വിഭാഗം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കോൺഗ്രസിൽ കൂടിയാലോചനകൾ സജീവമാവുകയാണ്. രാജിക്കാര്യത്തിലേക്ക് നീങ്ങും എന്നാണോ പ്രതീക്ഷിക്കേണ്ടത്? രാജിക്കാര്യത്തിൽ നീങ്ങും, നമുക്ക് പാർട്ടിയുടെ തീരുമാനത്തിലേക്ക് എത്തും. പക്ഷെ അതിലും കൂടുതൽ നമ്മളിപ്പം ഭരണത്തിലിരിക്കുന്ന മന്ത്രിമാർ രാജിവെക്കണ്ടേ? MLA ആയ മുകേഷ് രാജിവെക്കണ്ടേ? ഗണേഷ് കുമാർ രാജിവെക്കണ്ടേ? അവർക്കൊക്കെ ഒരു മാതൃകയായി ഷാഫി പറമ്പിൽ തനിക്ക് ആരോപണം നേരിട്ടപ്പോൾ രാജിവെക്കുമോ? ഷാഫി പറമ്പിലല്ല മാതൃകയാകണ്ട, അല്ല രാഹുൽ മാക്കൂട്ടത്തിൽ രാജിവെക്കുമോ? രാജിവെക്കും. പാർട്ടി അതിന്റെ ഒരു തീരുമാനത്തിലെത്തും. പാർട്ടി അത് തീരുമാനിക്കും. അപ്പൊ അവരും നിങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലെന്നാണ് പറഞ്ഞു വരുന്നത് അല്ലേ? ആര്? അല്ല, അവരും അപ്പൊ ചെയ്തതിൽ അന്ന് തെറ്റില്ല.
അവര് മാർക്സിസ്റ്റ് അവർ രാജിവെക്കണം, ഞങ്ങൾ രാജിവെക്കേണ്ടതാണ് അല്ലേ? പൊളിറ്റിക്കൽ സെക്രട്ടറി ഇല്ലേ, പിന്നെ ഏത് വടക്കോട്ടും തെക്കോട്ടും എടുത്തു നോക്കിയാൽ ഇവരെന്നെ എല്ലാം. ശരി, ഓക്കെ, വ്യക്തമാണ്. സജീവൻ എന്നോടൊപ്പം ചേരും തിരുവനന്തപുരത്ത്. സജീവൻ, രാഹുൽ മാക്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കാണാൻ ആഗ്രഹിച്ചത് എന്തുകൊണ്ടായിരിക്കും? തീർച്ചയായിട്ടും രാജിക്ക് വേണ്ടിയായിരിക്കും തോന്നുന്നു. കാര്യം വെച്ചാല് ഇപ്പൊ അടുത്ത ഓഡിയോ ക്ലിപ്പ് വന്നു കഴിഞ്ഞു. ആ ക്ലിപ്പ് അനുസരിച്ചിട്ട് വധഭീഷണിയാണ്. അപ്പൊ തീർച്ചയായിട്ടും ധാർമ്മികത രാജിവെച്ച് പോകുക തന്നെ വേണം. വേറൊരു കാര്യം, ഇവര് ഏത് കോൺഗ്രസ് നേതാക്കളും ഈ മാധ്യമങ്ങളെ കാണുമ്പം അവരുടെ ഡ്രാഫ്റ്റ് ഒന്നാണ്. അപ്പൊ ഓൾറെഡി ആ ക്യാപ്സൂൾ അവരുടെ കയ്യിലുണ്ട്, എന്താണ് പറയാണെന്നുള്ളത്, എങ്ങനെ തിരിച്ചുവിടണം എന്നുള്ളത്. പക്ഷെ ഒരു രാഷ്ട്രീയമില്ലാതെ എനിക്കിതിൽ തോന്നുന്നത് ധാർമ്മികതയുടെ പേരിൽ അദ്ദേഹം രാജിവെക്കണം. കേരളത്തിന് അപമാനമാണ്. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ നമസ്കാരം മനു, എന്നോട് സുഖമാണോ എന്ന് ഷിജു ചോദിക്കുന്നുണ്ട്. സുഖം. അപ്പോൾ നമ്മൾ വലിയൊരു വാർത്താ വിസ്ഫോടനത്തിൻ്റെ വക്കിൽ നിൽക്കുകയാണോ എന്ന സംശയം ഇപ്പോൾ കേരളത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഷാഫി ഇന്ന് രാഹുൽ മാക്കൂട്ടത്തെ സംരക്ഷിച്ച് രംഗത്ത് എത്തി. പക്ഷേ വി ഡി സതീശൻ്റെ വാക്കുകളിൽ ഒരു രാജി സൂചന മണക്കുന്നുണ്ട്. എന്തായിരിക്കും രാഹുൽ മാക്കൂട്ടം ജനങ്ങൾക്ക് മുന്നിൽ പറയുക എന്നത് വളരെ വളരെ സുപ്രധാനമാണ്. മനു, വൺ റിക്വസ്റ്റ് അലോങ് വിത്ത് യു ആൻഡ് പ്രവീണ ചേച്ചി ഓൾസോ ഡിസേർവ്സ് ദ ക്രെഡിറ്റ് ഫോർ ദ സക്സസ് ഓഫ് പൊതുവേദി. We can see her saying hi to all of us through പൊതുവേദി at least once. ഓക്കെ. അപ്പോൾ ഒരു ദിവസം പ്രവീണ ഇത് കേൾക്കുന്നുണ്ട്, ഒരു ദിവസം പ്രവീണയെ പൊതുവേദിയിൽ ഇവിടെ എത്തിയ ആളുകൾക്ക് ഹായ് പറയണം എന്നാണ് നമ്മുടെ ഒരു പ്രേക്ഷകൻ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അത് നമുക്ക് തീർച്ചയായും പരിശോധിക്കാം. അപ്പോൾ പ്രവീണ ഒരു ദിവസം മേക്കപ്പ് ഒക്കെ ഇട്ടിരുന്നു, നമുക്ക് പൊതുവേദിയിലൂടെ ഒന്ന് പ്രേക്ഷകരെ അഭിസംബോധന ചെയ്യാം. ഓക്കെ, ഷിജു എന്നോട് പറയുന്നത് ബിക്കോസ് വി നെവർ സീ പ്രവീണ ചേച്ചി, പീപ്പിൾ who are behind the screen also deserves appreciation and the audience should be aware of them. She is such a great person. പ്രവീണ, എല്ലാവരും പ്രവീണയ്ക്ക് പിന്തുണയൊക്കെ അർപ്പിച്ചുകൊണ്ട് വരികയാണ്. അപ്പം ഒരു ദിവസം പ്രവീണ ഇന്ന് വരണം, പറ്റുവാണെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ നോക്കാം. പക്ഷേ ഇന്ന് ഭയങ്കര തിരക്കാന്ന് എനിക്ക് തോന്നുന്നു. അവിടെ പ്രവീണ PCR ഇത് മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ട് നിൽക്കുകയാണല്ലോ. നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ സുനിൽ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. മനു സാർ നമസ്കാരം എന്ന് പറയുന്നു. അപ്പോൾ പൂച്ച എന്നോട് പറയുന്നത് MLA പാലക്കാട് അടുത്ത് പരാതി പറയാൻ പോകുന്ന സ്ത്രീകളുടെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കണം എന്നാണ് പറയുന്നത്. പാലക്കാടുകാരുടെ അവസ്ഥ, കെയർഫുൾ വോട്ടർമാരെ എന്നാണ് പൂച്ച പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹായ് മനു, നമസ്കാരം. സത്യം തെളിയട്ടെ എന്ന അരുന്ധതി നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകയാണ്. അപ്പോൾ അവരും നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ സുനിൽകുമാർ പറയുന്നു പുതിയൊരു ശബ്ദരേഖ ഇപ്പോൾ വേറൊരു ചാനൽ ലൈവ് ഉണ്ടായിരുന്നു, കേട്ടാൽ അറിയാം ഈ രാഹുൽ ഇത്ര ചീപ്പായിരുന്നുവെന്ന്. ഓക്കെ, അപ്പോൾ മോഹനൻ എന്നോട് പറയുന്നത് പൊന്നിൻകുടമാണെങ്കിലും നെഞ്ചിൽ കൊണ്ടാൽ മറിഞ്ഞു വീഴും എന്നാണ് പറയുന്നത്. ഓക്കെ, 40 ഡ്രീം ലൈൻ മൂവീസ് നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വളരെ വേഗത്തിൽ നമുക്ക് നിറയെ പ്രേക്ഷകർക്ക് ഇന്ന് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് അധിക സമയമില്ല. ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ജയകുമാർ കേൾക്കാമോ? എന്തായിരിക്കും ഇന്നത്തെ ഒരു പ്രഖ്യാപനം രാഹുൽ മാക്കൂട്ടത്തിൽ, എന്തായിരിക്കും മാധ്യമങ്ങളോട് പറയുക? നമസ്കാരം. വെപ്പാളം കാണിക്കണ്ട സാറേ, ഇപ്പൊ തൽക്കാലം ഇല്ല. എന്തായാലും ശരി, നോക്കട്ടെ, അപ്പോൾ നമുക്ക് നോക്കാം. ശരി. ഓക്കെ, അപ്പോൾ സന്തോഷ് എന്നോടൊപ്പം ചേരുന്നു വെള്ളരിക്കുണ്ടിൽ നിന്നാണ്. സന്തോഷ്, അപ്പോൾ ഒരു വലിയ മാതൃകയാകാൻ കോൺഗ്രസിന് കഴിയും എന്നാണ് വി ഡി സതീശൻ്റെ പ്രഖ്യാപനം. ആദ്യത്തേത് ഒരു തുടക്കം മാത്രമാണ്, നടപടിയിൽ ഒരു തുടക്കം. അപ്പോൾ വരും ദിവസങ്ങളിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്ന സൂചനയാണോ വി ഡി സതീശൻ നൽകുന്നത്? എന്താണ് അടുത്ത ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നതെന്നാണ് സന്തോഷ് കരുതുന്നത്? നമസ്കാരം. എത്രയും പെട്ടെന്ന് രാജിവെച്ച് പോകുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ കോൺഗ്രസിന് വല്ലാത്ത ക്ഷീണം വരുമെന്നാണ് എൻ്റെ അഭിപ്രായം. ബിനോയ് എന്നോടൊപ്പം ചേർന്നു. ബിനോയ്, ഇത് പാർട്ടി ഒരു മാതൃക കാണിക്കുമെന്ന ഒരു പ്രതീക്ഷ ഇപ്പൊ പല ആളുകളിലും വന്നിട്ടുണ്ട്. ബിനോയ്ക്ക് ആ പ്രതീക്ഷയുണ്ടോ? ഇല്ല. ആദ്യം മുകേഷും ഗണേഷ് കുമാറും ശശീന്ദ്രനും ഒക്കെ അവർ നന്നായിട്ട് എന്നിട്ട് നമുക്ക് നോക്കാം എന്നാണ് അല്ലേ? ഓക്കെ, സമയമില്ലാത്തതുകൊണ്ടാണ് ഒരുപാട് പ്രേക്ഷകർ ഇങ്ങനെ നിൽക്കുകയാണ്. മാത്രമല്ല പല ആളുകളും എനിക്ക് ഇന്നലെ കണ്ടിന്യൂസ് ആയി മെസ്സേജ് അയച്ചു, അവർക്കൊക്കെ അഭിപ്രായം പറയാനുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ നിരവധി സ്ത്രീകളും എനിക്ക് മെസ്സേജുകൾ അയച്ചു. അവർക്കൊന്നും ഇതുപോലെ നിരന്തരം ഫോൺ ചെയ്ത് ലൈനിൽ കിട്ടുന്നില്ല, അപ്പോൾ ആളുകൾക്ക് സമയം കൂടുതൽ കൊടുക്കരുതെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഇന്നലെ എടുത്ത വിഷയം തന്നെയാണ്. അജയ്കുമാർ ചങ്ങനാശ്ശേരിയും എന്നോടൊപ്പം ചേരുന്നുണ്ട്. അജയ്കുമാർ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഈ കഥയുടെ പര്യവസാനം എന്താകും? കഥയുടെ പര്യവസാനം കൃത്യമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കാതെ കോൺഗ്രസിന് അത് താങ്ങാൻ പറ്റില്ല. ഓക്കെ, സുരേന്ദ്രൻ എന്നോടൊപ്പം ചേരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. സുരേന്ദ്രൻ, നമസ്കാരം സാറേ. എനിക്ക് നമസ്കാരം. പറയാനുള്ളത് ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. പക്ഷെ ഇന്നലെ പറഞ്ഞ ഒരു മാഡം പറഞ്ഞിരുന്നു, അതുമാതിരിയുള്ള സ്ത്രീകളാണ് ഇന്നും പറയാൻ വരുന്നതെങ്കിൽ ആ സമയം വെറുതെ ചെലവാക്കാന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നലെ ഒരു മാഡം പറഞ്ഞ മാതിരിയുള്ള വാക്കുകളല്ല എന്റെ വാക്കുകള്. സ്ത്രീകള് ഇന്നലെ ഒരു മാഡം പറഞ്ഞത് സാറ് ഓർക്കുന്നുണ്ട്, സ്ഥിരം വിളിക്കുന്ന ഒരു മാഡാണ് വിളിച്ചത്. അഭിപ്രായം പറയാം, പക്ഷെ അത് അഭിപ്രായം പറയുമ്പോ സാർ അതിന് എതിരെ പറയാറുണ്ടല്ലോ.
അല്ല, അത് നമുക്ക് ഇന്നലെ ഒട്ടും സമയമില്ലാതായി പോയി, വൈകുന്നേരം അല്ലേ. അല്ലല്ല, ആ സമയം ഉണ്ടായിരുന്നു. ആ മേഡം എന്നും വിളിക്കുന്നതാണ്. സാറിന്റെ വിശേഷങ്ങളും സുഖങ്ങളും. ഞാൻ ഇതിലൊരു പൊതുവെ അല്ല സുരേന്ദ്രൻ, ഇതിൽ പലപ്പോഴും എൻ്റെ അഭിപ്രായം ഞാൻ അങ്ങനെ പറയാറില്ല. അത് മറ്റാളുകൾ തമ്മിൽ അഭിപ്രായം പറയും. പിന്നെ എന്നെ വിമർശിക്കുമ്പോഴാണ് ഞാൻ കൂടുതൽ അഭിപ്രായങ്ങൾ പറയുന്നത്. പിന്നെ സുരേന്ദ്രനോട് ഒരു പ്രത്യേക സ്വാതന്ത്ര്യം വെച്ച് ഞാൻ ചിലപ്പോഴൊക്കെ തർക്കിക്കാറുണ്ട്. അത് സത്യമാണ്. സുരേന്ദ്രനോട് ഞാൻ തർക്കിക്കാറുണ്ട്. അത് സുരേന്ദ്രൻ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനല്ലേ, അതുപോലെ എല്ലാവരോടും തർക്കിക്കാൻ പറ്റുമോ? സുരേന്ദ്രൻ മാത്രമല്ല, അത് ഉൾക്കൊള്ളാനൊക്കെ കുറെ കൂടെ ഒരു വിശാല മനസ്കതയുണ്ട്. അതുകൊണ്ടാണ്. ഓക്കെ, എനിക്ക് പറയാനുള്ളത് സാറേ എന്താ വെച്ചാല്, ഇദ്ദേഹം രാജിവെക്കരുത്. കാരണം രാജിവെക്കാണ്ട് കുറെ കൂടി മുന്നോട്ട് പോകണം. നമ്മളൊന്ന് ഓർക്കണം, നമ്മൾ ആ ഒരു പോലീസിന്റെ തല അടിച്ചു പൊളിച്ചിട്ട് ഒരു സമരം നടന്നു. അന്ന് ഇദ്ദേഹത്തിന് ജയിലിൽ നിന്ന് മോചിതനാകുമ്പോ സകല മാധ്യമങ്ങളും എന്താ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ട് തിരിച്ചു വരുന്ന മാതിരിയാണ് അന്ന് ആ ജയിൽ മോചിതനായ അദ്ദേഹത്തെ നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടത്. എനിക്ക് അത്ര മാത്രമേ പറയുള്ളൂ. കൂടുതൽ പ്രേക്ഷകർ പറയട്ടെ ഇതിനെപ്പറ്റി എന്ന് വെച്ചിട്ടാണ് ഞാൻ. ഓക്കെ, താങ്ക് യു സാറേ. ഓക്കെ, താങ്ക് യു. കൃഷ്ണൻകുട്ടി ചേരുന്നത് നെന്മാറയിൽ നിന്നാണ്. ശ്രീ കൃഷ്ണൻകുട്ടി, ശ്രീ കൃഷ്ണൻകുട്ടി എന്താണ് പ്രതീക്ഷിക്കുന്നത്? കോൺഗ്രസ് ഒരു വലിയ മാതൃക രാഷ്ട്രീയ ഒരു മര്യാദ ജനങ്ങൾ നൽകും. വെക്കണം. എന്തുകൊണ്ടാന്ന് പറഞ്ഞു കൃഷ്ണൻകുട്ടി സി പി എം കാരനാണോ? ഒരു MLA ആയ ആളല്ലേ ശ്രീ കൃഷ്ണൻകുട്ടി? സി പി എം കാരനാണോ? അല്ലല്ല, എനിക്ക് പാർട്ടിയൊന്നുമില്ല. ശരി, ഓക്കെ, നോക്കാം നമുക്ക് എന്ത് സംഭവിക്കുന്നത്. നമ്മുടെ പാലക്കാടുകാരൊക്കെ പൊതുവെ ഇപ്പോൾ എങ്ങനെയാണ് പറയുന്നത്? നെന്മാർക്കാരൊക്കെ രാജിവെക്കണമെന്ന് നിലപാടാണ്. ഓക്കെ, അപ്പോൾ ഷിനോയ് എന്നോട് ഇപ്പം ചേരുന്ന വർക്കലയിൽ നിന്നാണ്. ഷിനോയ്, ഹലോ. ഷിനോയ്ക്ക് എന്ത് തോന്നുന്നു? ഷിനോയ്, ഇത് നടക്കുമോ രാജി? അതോ ഇത് മുകേഷ് രാജിവെക്കട്ടെ, മറ്റുള്ളവർ രാജിവെക്കട്ടെ എന്ന നിലപാട് ആവർത്തിക്കുമോ? രാജിവെക്കേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ലല്ലോ സാറേ. വരുന്നില്ല, രാജിവെക്കേണ്ട എന്നാണ് താങ്കളുടെ അഭിപ്രായം? അതെ അതെ അതെ. ഓക്കെ, അപ്പോൾ VD സതീശൻ കടുത്ത നടപടി ഉണ്ടാവുമെന്ന് പറയുന്നത് വലിയ കാര്യമായിട്ട് എടുക്കേണ്ട, ഇതൊരു ആനക്കാര്യമല്ല എന്നാണ് അങ്ങയുടെ നിലപാട് അല്ലേ? അയ്യോ അല്ല, അതിപ്പോ പ്രതിപക്ഷ നേതാവല്ലേ. അപ്പൊ നമുക്ക് ഒരു മുഖ്യമന്ത്രിയുടെ അതേ പദവിയാണല്ലോ പ്രതിപക്ഷ നേതാവിന്, ക്യാബിനറ്റ് മന്ത്രി. അപ്പൊ അദ്ദേഹത്തിന്റെ സ്ക്രൂട്ടിനൈസ് ചെയ്യട്ടെ. ശരി, ഓക്കെ, യെസ്. അപ്പൊ നമ്മുടെ തൃത്താലയിൽ നിന്ന് സുധീർ വിളിക്കുന്നുണ്ട്. സുധീർ എന്ത് പ്രതീക്ഷിക്കുന്നു? എന്ത് പറയും രാഹുൽ മാക്കൂട്ടത്തിൽ? രാഹുൽ മാങ്കൂട്ടം എന്ത് പറയുന്നതല്ല. രാഹുൽ മാങ്കൂട്ടം ഇപ്പൊ ഒരു ജനപ്രതിനിധി നിലയിൽ അയാൾ രാജിവെക്കണം. ശരി, വ്യക്തമാണ്. ഓക്കെ, ദിവാകരൻ എന്നോടൊപ്പം ചേരുന്നത് തലശ്ശേരി നിന്നാണ്. ദിവാകരൻ, ശ്രീ ദിവാകരൻ, എന്താ ശ്രീ ദിവാകരൻ പ്രതീക്ഷിക്കുന്നത്? ശ്രീ ദിവാകരൻ, അങ്ങയുടെ MP ആണല്ലോ നമ്മുടെ ഷാഫി പറമ്പിൽ രാജിവെക്കേണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ VD സതീശൻ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ശ്രീ ദിവാകരൻ എന്ത് പ്രതീക്ഷിക്കുന്നു? ഷാഫി പറമ്പും വളരെ മാന്യ വ്യക്തിയാ. എത്ര വലിയ ഉന്നതനായാലും ദയാദാക്ഷ്യമില്ലാത്ത ഹീനകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്ഥാനത്ത് ഇരിക്കാൻ ഒരിക്കലും വ്യക്തമാണ്. താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചില പ്രേക്ഷകർ കൂടുതൽ ഇന്ന് യൂട്യൂബിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഡ്രീം ലൈനർ എന്തൊക്കെയോ അടിച്ച് വിടുന്നുണ്ട്. അപ്പോൾ എനിക്കത് വായിക്കാൻ കിട്ടുന്നില്ല. ജമ്പ് ചെയ്ത് പോകണം, ബോട്ടാണല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലായില്ല അതെന്താണ്. ഐ തിങ്ക് സുരേന്ദ്രൻ തൃശ്ശൂർ മെൻഷൻ ജയചേച്ചിയെ പറ്റിയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ അതായിരിക്കാം ചിലപ്പോൾ അവരെ ഇന്നലെ നമ്മൾ സംസാരിച്ചില്ല. അപ്പോൾ അവരുടെ നിലപാടിനോട് സുരേന്ദ്രൻ വിയോജിപ്പാണ്. മനു സുരേന്ദ്രനെ വല്ലാതെ പുകഴ്ത്തിയെന്നാവും. മനു പ്രൈസ് സുരേന്ദ്രൻ ടു മച്ച്, നൗ ഹിസ് ഹെഡ് മസ്റ്റ് ഹാവ് റീച്ച്ഡ് ദ റൂഫ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സുരേന്ദ്രൻ നമ്മുടെ ഒരു വേണ്ടപ്പെട്ട ആളാണ്, പൊതുവേദി കാണുന്നത്. എനിക്ക് സുരേന്ദ്രനോടുള്ളൊരു ഇഷ്ടം, അദ്ദേഹം എന്തെങ്കിലും വായി തോന്നി വിളിച്ച് പറയാറില്ല. സുരേന്ദ്രൻ എപ്പോഴും ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഒരു ബേസിക് ഫണ്ടമെൻ്റൽസ് മനസ്സിലാക്കിയിട്ടാണ് എപ്പോഴും ഈ പൊതുവേദിയിൽ വരാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഞാനുമായിട്ട് തർക്കിക്കാറുണ്ട്. എനിക്ക് അദ്ദേഹത്തോട് പലപ്പോഴും ആശയപരമായി യോജിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അതിനപ്പുറത്തേക്ക് അദ്ദേഹം എപ്പോഴും ഒരു ലോജിക്കലായാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എപ്പോഴും അതിനൊരു യുക്തിബോധത്തോടു കൂടി കാര്യങ്ങൾ പറയുന്നതിൻ്റെയൊക്കെ എതിരിതുണ്ട്. അതുകൊണ്ട് ഞാൻ പലപ്പോഴും അദ്ദേഹത്തിന് കുറച്ച് കൂടുതൽ സമയം കൊടുക്കാറുണ്ട്. അപ്പോൾ രാജിക്ക് മുമ്പ് കൂടുതൽ ആളുകളുടെ ഇത് കിട്ടാനാണോ സ്പീഡ് എന്നാണ് ഞാനെന്ന് വെച്ചാൽ ഞാനിന്ന് ഇത് നമ്മൾ പല സ്ഥിരം വിളിക്കുന്ന ആളുകളാണല്ലോ. അപ്പോൾ അവർ തന്നെ പറഞ്ഞ് അപ്പോൾ ഇന്ന് മറ്റു പുതിയ ആളുകൾക്കും അവസരം കിട്ടണം. അപ്പോൾ ഇങ്ങനെ കുറേ ആളുകൾ ലൈനിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്നോട് ചോദിക്കുന്നത് ഈ അബോർഷൻ വാർത്തകളിൽ വരുന്ന ഒരു വനിത തന്നെയാണോ വേറെ വനിതകളാണെന്ന്. എന്തായാലും 2-3 പരാതികളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ട്രാൻസ്ജെൻഡർ ഒരു പരാതി വന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അശ്ലീല പ്രയോഗങ്ങളാണ്. എനിക്ക് തോന്നുന്നു ഈ അബോർഷൻ എന്നുള്ളത് ഒറ്റ ഇതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി വേറെ ഉണ്ടോ എന്നുള്ളത് ഇപ്പോൾ പുറത്തായിട്ട് വരേണ്ടി വരും. ഓക്കെ, അപ്പോൾ പിന്നെ ഓക്കെ
അപ്പോൾ ഡ്രീം ലൈൻ എന്നോട് എന്തോ ചോദിക്കുന്നുണ്ട്, എനിക്ക് എന്താണെന്നത് മനസ്സിലാകുന്നില്ല. സബ്സ്ക്രൈബേഴ്സ് എല്ലാം ബോട്ടാണല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ പിന്നെ ഇങ്ങനെ ജമ്പ് ചെയ്ത് പോകുന്നുണ്ട്, ചിലത് വായിക്കാൻ പറ്റുന്നില്ല. പുരുഷു പറയുന്നത് യഥാർത്ഥ തെളിവ് കഴിഞ്ഞു, പറയുന്ന സംഭവം ഇല്ലാതാക്കി ബാക്കി സതീശേട്ടനും സാധിക്കൂ, നോക്കിക്കോളൂ, അവരറിയാതെ ഞാനൊന്നും ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ രാഹുലിനെ മാത്രം കുറ്റം പറയുന്നത് ശരിയല്ല എന്ന് തോന്നുന്നു. ഇടം കൊടുക്കുന്നതിനിടത്തെ ആരും ചാടിക്കയറുകയുള്ളൂ, അതുകൊണ്ട് പുറകെ പോകുന്നവരും ശ്രദ്ധിക്കണമെന്നാണ് ദിനേശ് പറയുന്നത്. രാഹുലിൻ്റെ പൊയ്മുഖം വലിച്ചു കീറപ്പെട്ടു എന്ന് നമ്മുടെ ഷാജി ഭാസ്കർ, നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ സതി ബാബുരാജ് നമ്മുടെ പൊതുവേദിയിൽ ചേർന്നിട്ടുണ്ട്. നൈസ് ടു ഹിയർ ഫ്രം സതി ബാബുരാജ്. ഹായ് മനു, ഇറ്റ് ഇസ് ടു മച്ച്, വി ഹേർഡ് ഹിസ് ബിഹേവിയർ ഏർലിയർ, കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, സുഖമാണോ എന്ന് എന്നോട് ചോദിക്കണം. ഞാൻ സുഖമായിരിക്കുന്നു. നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വലിയ വാർത്താ വിസ്ഫോടനം നടക്കുമെന്നൊക്കെയുള്ള പ്രതീക്ഷയിൽ കേരളം നിൽക്കുകയാണ്. അപ്പോൾ അത് എന്തായാലും നമ്മളുമൊക്കെ അത് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്താ സംഭവിക്കുക എന്നുള്ളത്. ശിവശങ്കർ പറയുന്നു രാഹുൽ രാജിവെക്കണം, മാത്രമല്ല ധാർമ്മിക മൂല്യത്തിൻ്റെ മൂർത്തിഭാവമായ LDF-ലെ സമാന MLA-മാരും മന്ത്രിമാരും തുടരുകയും വേണം. LDF പാർട്ടി വേറെയാണ്. ശരി, അത് കൊള്ളാം. ഓക്കെ. അപ്പോൾ രാഹുലിനെ പാലക്കാട്ടെ അമ്മ പെങ്ങന്മാർക്ക് സമർപ്പിക്കുന്നു, പ്ലീസ് വോട്ട് അഗെയിൻ എന്നൊക്കെയാണ് പറയുന്നത്. സുനിൽ കളിയാക്കുക എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ. അപ്പോൾ ഡ്രീം ലൈനേഴ്സിന് എന്തോ പറയാനുണ്ട്, തുടർച്ചയായി ഇടുന്നത് എനിക്ക് എന്താണെന്നോട്ട് വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല. അപ്പോൾ രാജൻ കൊല്ലത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ രാജൻ, ഒരു മാതൃകാപരമായ ഒരു പെരുമാറ്റം കോൺഗ്രസിൻ്റെ ഉന്നത നേതൃത്വത്തിൽ നിന്ന് ഈ ഘട്ടത്തിൽ ഉണ്ടാകും എന്ന് കരുതാനാകുമോ? ശ്രീ രാജൻ. ഞാൻ പറയുന്നത്, പക്ഷേ ഞാൻ പണ്ട് ജോലിയിൽ ഇരിക്കുന്ന കാലത്ത് 15 വർഷം മുമ്പ് ഇവരുടെ ഈ പേരുള്ള ഒരു പാർട്ടി അഖിലേന്ത്യാ നേതാവ് ഒരു ശ്രീലങ്കൻ പെണ്ണിനെയും കൊണ്ട് വന്ന് കോട്ടയം കുമരകത്ത് വന്ന് താമസിച്ചു. ആരും അറിഞ്ഞില്ല, ഒരാളും അറിഞ്ഞില്ല. അവരാരെങ്കിലും ആളുകളെ കൊണ്ടുപോകുന്നത് നമ്മൾ അന്വേഷിച്ച് പോകേണ്ട കാര്യമുണ്ട്. അവരാരെങ്കിലും കൊണ്ടുപോയിട്ട് പരാതി ഉണ്ടെങ്കിൽ നമുക്ക് അന്വേഷിക്കാം. ഇപ്പം ആരൊക്കെ ആരുടെയൊക്കെ ശ്രീലങ്കക്കാരുടെ കൂടെ പോകുന്നവരുണ്ടാവും, പിന്നെ പല അതുണ്ടാവും, നമുക്ക് അതൊക്കെ അന്വേഷിച്ച് നടക്കാൻ പറ്റും. ഓക്കെ, ശരി. സമയമില്ലാത്തതുകൊണ്ടാണ് നമുക്ക് പിന്നെ ഒരു ദിവസം വിശദമായി സംസാരിക്കുന്നത്. കോളേഴ്സ് ഇങ്ങനെ കിടക്കുകയാണ്. സുരേഷ് ആലപ്പുഴയിൽ നിന്നാണ് വിളിക്കുന്നത്. സുരേഷ്. ഹലോ, നമസ്കാരം. നമസ്കാരം. ആദ്യം രാജിവെക്കേണ്ടത് ആരാണ്? വേറെ 3 MLA-മാരുണ്ടല്ലോ, അവര് രാജിവെച്ചിട്ട് ആദ്യം മുകേഷ് രാജിവെക്കട്ടെ, അത് കഴിഞ്ഞ് പിന്നെ കോൺഗ്രസിന്റെ 2 MLA-മാരില്ലേ, അപ്പൊ അവരെന്തായാലും രാജിവെക്കില്ല. അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരില്ലെന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? അല്ല, അങ്ങനെയല്ല, ഇവര് എല്ലാവരും അപ്പൊ അവര് മാതൃകയായ മാത്രമേ നമ്മൾ മാതൃകയാകേണ്ടതുള്ളൂ അല്ലേ? രാഷ്ട്രീയ പ്രവർത്തകരെ വാസക്രമി സർട്ടിഫിക്കറ്റ് കൊണ്ട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാവുള്ളൂ പറയാൻ പറ്റത്തില്ലല്ലോ. ശരി, ഓക്കെ. അപ്പൊ നമുക്കിന്ന് സമയമില്ലാത്തതുകൊണ്ടാണ് നമുക്കൊരു ദിവസമൊക്കെ വിശദമായി സംസാരിക്കാം. സുബൈർ എന്നോടൊപ്പം ചേരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. സുബൈർ, കുറെ ദിവസമായി വിളിച്ചിട്ട്, അതുകൊണ്ട് സുബൈർ ചേർന്നിട്ടുണ്ട്. സുബൈർ, എന്ത് സുബൈർ, എന്താണ് പ്രതീക്ഷിക്കുന്നത് സുബൈർ ഈ ഘട്ടത്തിൽ? കോൺഗ്രസിൽ നിന്ന് ആരായിരിക്കും ശക്തമായ നിലപാടെടുക്കുക? എന്താണ് പ്രശ്നം മനസ്സിലാവണില്ല. ഇതുവരെ മനസ്സിലായില്ല. ഹലോ, എന്താണ് ബുദ്ധിമുട്ടെന്ന് മനസ്സിലാവണല്ലേ? രാഹുൽ എന്ത് ചെയ്യുന്നു പറഞ്ഞു? രാഹുൽ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് താങ്കളുടെ അഭിപ്രായം. പിന്നെ എന്തിനാണ് ഈ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് എന്തിനാ? രാജിവെച്ചു, അത് ധാർമ്മികയുടെ പേരിലല്ല. ഈ രാഹുലായിട്ടൊരു പ്രശ്നം ബാക്കിയുള്ളവർക്ക് വേണ്ടാന്നുള്ളവരില്ലേ? എന്തിനു മധ്യസ്ഥാനം ഈ MLA സ്ഥാനം രാജിവെക്കുന്നത്? അതിന്റെ ആവശ്യമില്ല. അല്ല, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം എന്തിനാ രാജിവെച്ചെന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടില്ല. അല്ല, അത് പാർട്ടിക്ക് വേണ്ടി ചെയ്തതാണ്. പാർട്ടിക്ക് വേണ്ടി. ശരി. അപ്പോൾ ഇത് പാർട്ടിക്ക് വേണ്ടി ചെയ്യില്ല. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ശരി. സമയമില്ലെന്ന് തർക്കിക്കാൻ, അതുകൊണ്ടാണ്. ശ്രീനിവാസൻ തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീനിവാസൻ. രാജിവെക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം, കൃത്യവുമാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ നിരവധി പ്രേക്ഷകർ യൂട്യൂബിൽ വീണ്ടും ചേരുന്നുണ്ട്. അപ്പോൾ ദിനേശ് പറയുന്ന രാഹുലിനെ മാത്രം കുറ്റം പറയുന്നത് ശരിയല്ല എന്നാണ് ദിനേശിൻ്റെ നിലപാട്. അപ്പോൾ അജിത് കുമാർ പറയുന്നു യൂത്ത് കോൺഗ്രസ് നേതാവാകാനുള്ള യോഗ്യത ഇപ്പോഴും 1,00,000 സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഫേക്കാണോ? ഏറ്റവും കുറഞ്ഞത് ഒരു 100,000 വ്യൂസെങ്കിലും വേണ്ടേ സാർ എന്നാണ് പറയുന്നത്. ഓക്കെ. ഓഹോ, ശരി. കൊള്ളാം. ഏതായാലും അങ്ങിത് കാണുന്നുണ്ടല്ലോ, അത് തന്നെയാണ് എന്നെ വലിയ സന്തോഷം. രാഹുൽ രാജിവെക്കേണ്ടി വരും. പ്രതിപക്ഷ നേതാവിൻ്റെ ഉറച്ച തീരുമാനത്തിൽ രാഹുൽ രാജിവെക്കേണ്ടി വരും. അത് മറ്റു രാഷ്ട്രീയക്കാർക്കും അത്തരം ഒരു മാതൃകയായിരിക്കും. പ്രതിപക്ഷ നേതാവിന് പിടിച്ചു നിൽക്കാൻ ഇത് ആവശ്യമാണ്. സുബൈർ ഒന്നും അറിഞ്ഞില്ല, അറിഞ്ഞു വരട്ടെ എന്നാണ് ഷാജി ഭാസ്കർ പറയുന്നത്. അതല്ല, അതൊരു വലിയ, ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞില്ല, ഇത് ആനക്കാര്യമല്ല എന്ന് പറഞ്ഞ ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടവരായിരിക്കും. എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമാണ്. നിറയെ പ്രേക്ഷകർ കാത്തു നിൽക്കുന്നുണ്ടറിയാം. ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് പോകുന്നില്ല, ഉടനെ മടങ്ങി വരും. ഷോർട്ട് ബ്രേക്ക്. അപ്പോൾ എന്നോടൊപ്പം വർഗീസ് ജോസഫ് കോന്നിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീ വർഗീസ് ജോസഫ്. കോൺഗ്രസിനകത്ത് 2 അഭിപ്രായമുണ്ടോ? രാജി വേണം വേണ്ട എന്ന്? അത് അവർക്ക് ഒറ്റ അഭിപ്രായമുള്ളൂ?
പിന്നെ വി.ഡി. സതീശന്റെ മുൻപിൽ സമ്മർദ്ദം വന്നതുകൊണ്ട് തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. എന്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുക മാത്രമല്ല, പൊതുപ്രവർത്തനത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പൂർണ്ണമായിട്ട് മാറണം. കാരണം അത്രയ്ക്ക് ഗുരുതരമായ ഒരു ആരോപണം. ശരി, ഓക്കെ, വ്യക്തമാണ്. എലിയാസ് എന്നോടൊപ്പം ചേരുന്നത് എറണാകുളത്ത് നിന്ന്. ഏലിയാസിന് ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, മുഹമ്മദ് മഞ്ചേരി കൂടി ചേരുന്നു. ശ്രീ മുഹമ്മദ് മഞ്ചേരി, നമസ്കാരം. എന്താണ് പ്രതീക്ഷിക്കുന്നത് ശ്രീ മുഹമ്മദ് മഞ്ചേരി? രാഹുലിന്റെ അടുത്ത നീക്കം എന്താണ്? അടുത്ത നീക്കം ഏറ്റവും ഉടനെ അയാളെ MLA സ്ഥാനം രാജിവെക്കണം. MLA ആവുമ്പോ പല രാജിവെക്കണമെന്ന് ചോദിച്ചപ്പോൾ ശ്രീ മുഹമ്മദ് മഞ്ചേരി പക്ഷേ ഇതല്ല അന്ന് എന്നോട് പറഞ്ഞിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. രാജിവെച്ചാൽ തീരോ? കാരണം അയാളെ പലരും വരും. ആ വരുന്ന സമയത്ത് അയാൾ ഗോവിന്ദസ്വാമിനെ കാട്ടിയിട്ട് മോശമാണ് അയാളെ. ശരി, വ്യക്തമാണ്. ഓക്കെ, ഞാൻ നമുക്ക് യൂട്യൂബിൽ അപ്പോൾ ഡ്രീം ലൈൻ മൂവീസ് ഇപ്പോൾ എന്നോട് ചോദിക്കുന്നത്, നമുക്ക് ന്യൂസ് 18 43 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ ലൈവിൽ അത്ര എണ്ണം കാണുന്നില്ലല്ലോ എന്നാണ്. അപ്പോൾ എനിക്ക് ഡ്രീം ലൈൻ മൂവീസിനോട് പറയാൻ 2-3 കാര്യങ്ങൾ, അത് പൊതു പ്രേക്ഷകർക്കും കൂടി അറിയാനുള്ള. ഒന്ന്, ന്യൂസ് 18 പൊതുവേദി നമ്മൾ യൂട്യൂബ് ആളുകൾ കാണുന്നതാണ് അവരുടെ സൗകര്യാർത്ഥം കാണാനാണ്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ കുറേ കഴിഞ്ഞ് പിന്നീട് ഇതൊക്കെ കാണാനായുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ആ ലിങ്ക് കയറി നോക്കിയാൽ മതി, നമുക്ക് കാണാൻ പറ്റും കൂടുതൽ ആളുകൾ അത് കണ്ടതായിട്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇനി ആരും കാണുന്നില്ല എന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കതിലൊരു വിഷമമില്ല. കാരണം ഈ പരിപാടി കേരളത്തിലെ പ്രേക്ഷകർ അവതരിപ്പിക്കുന്ന പരിപാടിയാണ്. ഇതിനൊരു റേറ്റിങ്ങിൽ ഞങ്ങൾ വളരെ മുന്നിലാണ്. പക്ഷേ അതല്ല ഞാൻ പറഞ്ഞു വന്നത്, അതല്ല ഇവിടുത്തെ വിഷയം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രേക്ഷകർക്ക് അവരുടെ അഭിപ്രായം പറയാനായി തുറന്നു വെച്ച ഒരു പ്രത്യേക സമയമാണ്. അത് ഇനിയിപ്പോൾ അതിൽ കുറച്ച് ഇത് കുറഞ്ഞാലും, ഇപ്പം ഞങ്ങൾ കൂടുതലാണ്, പക്ഷേ കുറഞ്ഞാലും അത് ഞങ്ങളെ അലോസരപ്പെടുത്തില്ല. ഓക്കെ, ദിവ്യ എന്നോടൊപ്പം ചേർന്ന് പത്തനംതിട്ട. ഞാനൊരു വനിതാ പ്രതിനിധിയെ കിട്ടാൻ അവരുടെ പ്രതികരണം അറിയാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. ശ്രീമതി ദിവ്യ, കേൾക്കാമോ? ശ്രീമതി ദിവ്യ കേൾക്കാമോ? ഹലോ, കേൾക്കാം. ശ്രീ ദിവ്യക്ക് എന്ത് തോന്നുന്നു? രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ഈ കേസിന്റെ ഭാവി എന്താകും ശ്രീമതി ദിവ്യ? തീർച്ചയായും സ്ത്രീ സമൂഹത്തോട് കാണിക്കുന്ന ഒരു അവഗണനയായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. കാരണം പുള്ളിക്കാരന്റെ ഓരോ പ്രതികരണങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ആ പെൺകുട്ടി ഒന്നുമില്ലാതെ സ്വന്തം വില എറിഞ്ഞു കൊടുക്കും സമൂഹത്തിന് മുന്നിൽ. ജനങ്ങൾക്ക് ചിന്തിക്കാവുന്നതുള്ളത്. അപ്പോൾ ഇത് ഇവർ ഉന്നയിക്കുന്ന ഒരു കാര്യം, മറ്റു മുമ്പ് പരാതി പലരും ഉന്നയിച്ചു, അപ്പോഴൊന്നും MLA-മാരൊന്നും രാജിവെച്ചിട്ടില്ല. രാഹുൽ മാക്കൂട്ടത്തിന് മാത്രമായി വേറൊരു നീതി നടപ്പിലാക്കണോ എന്ന് ചോദിക്കുന്നവരോട് ദിവ്യയ്ക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഇതെന്താണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചൊരു വിഷയമാണ്. അപ്പം ഇപ്പോഴത്തെ കാലത്ത് സ്ത്രീകൾക്ക് പ്രതികരിക്കാനുള്ള ഒരു ശേഷി കൂടിക്കൂടി വരികയാണ്. അപ്പൊ തീർച്ചയായിട്ടും അത് പ്രതികരിച്ചാൽ മതിയാവുക. ഇത് ഓരോരുത്തരുടെ മുന്നിൽ നമ്മൾ എടുത്തു കാണിക്കുന്ന ഒരു മാതൃകയായിരിക്കണം. യെസ്, വ്യക്തമാണ്. അപ്പോൾ ശ്രീ ദിവ്യ പിന്നെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണോ അതോ ജോലി എടുക്കുന്ന ആളാണോ, വീട്ടമ്മയാണോ, എന്താണ്? ഞാൻ ഇപ്പം പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നില്ലെങ്കിലും വീട്ടിൽ ഹൗസിൽ തന്നെ ഇരിക്കുകയാണ്. എങ്കിലും നമുക്ക് സാമൂഹികമായിട്ടൊരു കാഴ്ചപ്പാടുണ്ടല്ലോ, അതാണ് ഞാൻ പറഞ്ഞത്. ഞാനത് നമ്മുടെ ഒരു പ്രേക്ഷക എന്ന നിലയിൽ ഞാൻ പലരോടും ഇങ്ങനെ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ് അവരുടെ നിലപാട് എന്താണെന്ന് അറിയുന്നത്. ഓക്കെ, ഏതായാലും വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. വീട്ടമ്മയുടെ ഒരു നിലപാടാണ് എന്നുകൂടി പ്രേക്ഷകരെ അറിയിക്കാനാണ് ഞാനത് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ പാർത്ഥസാരഥി എന്നോടൊപ്പം ചേരുന്ന ഹരിപ്പാട് നിന്നാണ്. ശ്രീ പാർത്ഥസാരഥി, നമുക്ക് ഇന്ന് സമയം വളരെ കുറവാണ്. നമസ്കാരം സാറേ. ഞാൻ ഈ മാങ്കൂട്ടത്തിനെ വളരെ പ്രതീക്ഷയോടെ കണ്ടൊരു വ്യക്തിയാണ്. പ്രതീക്ഷയൊക്കെ വാസ്തവിച്ചോ? രാഷ്ട്രീയത്തിൽ വളരെ ഭാവിയുള്ള ഒരു നല്ല വേലായിട്ട് ഈ രാഷ്ട്രത്തിന് ഗുണമുള്ളതിനായിട്ട് കണ്ടത്. പക്ഷെ അയാൾ ഇതുവരെ കിടക്കുന്ന വാക്കിൽ ഭയങ്കര ഞെട്ടലുണ്ടാക്കി. അദ്ദേഹത്തിന് ഈ സഹായം ചോദിക്കുമ്പോൾ അദ്ദേഹം ഒരു നിമിഷം പോലും ഇനി ഒരു രാഷ്ട്രീയ നേതാവായി തുടരാൻ പാടില്ല എന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ ശ്രീമതി ജയ നമുക്കൊപ്പം ചേർന്നുണ്ട്. അപ്പോൾ ശ്രീമതി ജയയെക്കുറിച്ച് ഒരു പ്രതികരണം ഇപ്പോൾ കുറച്ച് മുമ്പ് സുരേന്ദ്രൻ നടത്തി. ചേച്ചി പറഞ്ഞപ്പോൾ ഞാൻ അത് പ്രതികരിച്ചില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നും എനിക്ക് സമയമില്ല, പക്ഷേ രാജിവെക്കുമെന്നൊരു പ്രതീക്ഷ കോൺഗ്രസിൽ ആർക്കെങ്കിലും വെച്ച് പുലർത്തേണ്ടതുണ്ടോ ശ്രീമതി ജയ? നമസ്കാരം മനു. നമസ്കാരം. ഇതിപ്പോ എല്ലാരും കൂടെ ഫോഴ്സ് ചെയ്ത് അപ്പൊ എന്നെ കൊണ്ട് രാജിവെപ്പിച്ചായിരിക്കും. ആണോ? എനിക്കതിന് സന്തോഷമില്ല. പിന്നെ ഇങ്ങനത്തെ ഒരു ഭയങ്കര ഇഷ്യൂസ് ഒക്കെ നടക്കുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാവിയെ കുറിച്ച് ആലോചിച്ച് രാജിവെക്കുന്നതായിരിക്കും നല്ലത്. ശരി, ഓക്കെ. അപ്പോൾ പുരുഷോത്തമൻ എന്നോടൊപ്പം ചേരുന്ന എടപ്പാൾ എന്നാണ്. ശ്രീ പുരുഷോത്തമൻ എടപ്പാൾ എന്നാണ് വിളിക്കുന്നത് അല്ലേ? പുരുഷോത്തമൻ മുമ്പ് പൊതുവേദിയിലേക്ക് വിളിച്ചിട്ടുണ്ടോ? ഉണ്ട്, 1-2
2 തവണ വിളിച്ചിട്ടുണ്ട്. കുറെ മുമ്പ് അല്ലേ? അതെ അതെ. എന്താണ് താങ്കൾ ചെയ്യുന്നത്? ഞാന് പ്രവാസിയായിരുന്നു, ഇപ്പോ നാട്ടില്. ഓക്കെ. അപ്പൊ എടപ്പാളാണ് താമസിക്കുന്നത് അല്ലേ? എടപ്പാൾ എവിടെയാ? വട്ടംകുളം പറയും. എടപ്പാൾ വട്ടംകുളം. വട്ടംകുളം. ഓക്കെ. അപ്പൊ അങ്ങയുടെ ഒരു തോന്നൽ എന്താണ്? ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ടോ? എന്റെ അഭിപ്രായം പറയാച്ചാൽ ഇങ്ങനെ വരുന്ന ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കിപ്പോ ആ കുട്ടിയുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കേട്ടു, വോയിസ് കേട്ടു. ഇങ്ങനെ വരുമ്പോ തന്നെ ഇവരുടെ പ്രധാനപ്പെട്ട ആളുകൾ ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം തന്നെ ഇടപെട്ട് ഇവരെയൊക്കെ മാറ്റി നിർത്തണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം വെച്ചാൽ ഈ പ്രസ്ഥാനത്തിനെ, ഓരോ പ്രസ്ഥാനം വളർത്തി ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വരുന്നത്. അതിപ്പോ ഇതേപോലെയുള്ള കുറെ ആൾക്കാർ വന്ന് ഇതേപോലെ പേര് പോവുക എന്ന് പറയുമ്പോൾ അതിന് മുന്നേ തന്നെ ഇവരെ മാറ്റി നിർത്തിയാൽ ഈ പ്രശ്നങ്ങളൊന്നും ഇത്ര വലിയൊരു ഇഷ്യൂലേക്ക് പോയിരുന്നില്ല. അത് കേസായിട്ട് അങ്ങനെയാണ് പോയിരുന്നു. ശരി, ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ എന്നോടൊപ്പം പാലക്കാട് നിന്ന് ഒരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്. അജിത്താണ് വിളിക്കുന്നത്. അജിത്ത്, പാലക്കാട് എവിടെയാന്ന് വീട്? ഞാൻ പാലക്കാട് മാത്തൂര്, ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിയോജക മണ്ഡലം. മാത്തൂര്. അവിടെ ഇദ്ദേഹത്തിന് നല്ല ലീഡും കിട്ടി അല്ലേ? മാത്തൂര് അത്യാവശ്യം നല്ല ലീഡ് കിട്ടി. എന്താണ് മാത്തൂരുകാരൊക്കെ പറയുന്നത്? രാജിവെക്കണമെന്നാണോ തുടരണമെന്നാണോ? അല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്നതാണ് നല്ലത്. കാരണം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതുകൊണ്ട് കാര്യമായില്ലല്ലോ. ജനങ്ങളാണല്ലോ അയാളെ തെരഞ്ഞെടുത്തത്. യൂത്ത് കോൺഗ്രസിൽ അയാൾ രാജിവെച്ചത് കൊണ്ട് യൂത്ത് കോൺഗ്രസ് രാജിവെച്ചാലും ഇല്ലെങ്കിലും ജനങ്ങൾക്കൊരു പ്രശ്നമല്ല. പക്ഷെ MLA സ്ഥാനം രാജിവെക്കുന്നതാണ് ശരിയായ മാർഗം. കാരണം ഇത്രയും വോയിസ് മെസ്സേജും ഇതെല്ലാം വന്ന സ്ഥിതിക്ക് അതൊരു തെളിവ് തന്നെയാണല്ലോ. മറ്റ് സ്ത്രീകള്, ആ ഇരയായ പെൺകുട്ടികള്, അവര് കേസ് കൊടുത്തു ഇല്ലെന്നുള്ളതൊന്നും ഒരു വിഷയമല്ലല്ലോ. FIR ഇല്ല, ഒരു കേസില്ല, ചാർജ് ഷീറ്റ് ഇല്ല, അതുകൊണ്ട് രാജിവെക്കേണ്ട എന്ന് പറയുന്നത് ന്യായമല്ല എന്നാണ് അജിത്. ന്യായമല്ല, തീർച്ചയായിട്ടും ന്യായമല്ല. കാരണം ജനങ്ങളുടെ ഇടയിൽ ഒരു അവമതിപ്പല്ലേ ഇതിട്ടേക്കുന്നത്. നാളെ അയാളിന് രാജിവെച്ചാലും ഇല്ലെങ്കിലും ഇയാളെ ഇയാളെ കാണുമ്പോ ഇത്രയും ഇത് വന്നതുകൊണ്ട്, ഇത്രയും വിഷയങ്ങൾ വന്നതുകൊണ്ട് ഇയാളെ കാണുമ്പോൾ നമ്മൾ ആ ഒരു കണ്ണിലല്ലേ ഇയാളെ കാണുള്ളൂ. ഇയാളെ MLA എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് ഈ ജനങ്ങളുടെ ഇടയിൽ വരുന്നത്? ഈ കോൺഗ്രസ് നേതൃത്വം എന്താണ് ഇത് ഇത്രയും വഹിക്കണം എന്നുള്ളതാണ്. ശ്രീ അജിത്ത് CPM കാരനോ മറ്റോ ആണോ? അല്ലല്ല. ഓക്കെ, ശരി, ഓക്കെ, വ്യക്തമാണ്. ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. അപ്പോൾ ഓക്കെ. അപ്പോൾ രാജീവ് എന്നോടൊപ്പം ചേരുന്നത് ചെർപ്പളശ്ശേരിയിൽ നിന്നാണ്. അപ്പോൾ രാജീവിന് ചെർപ്പളശ്ശേരിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ രാജീവ്. ഹലോ. അപ്പോൾ ശ്രീ രാജീവിന് എന്ത് തോന്നുന്നു? അവിടെ ഒരു പ്രതിസന്ധി തോന്നുന്നത് ഇത് ഒരു തിരക്കഥയുടെ ഭാഗമായിട്ടാണ്. തിരക്കഥ എന്ന് വെച്ചാൽ ഈ ആരുടെ തിരക്കഥ? എന്ത് തിരക്കഥ? ഈ രാഹുലിനെതിരെ രാഷ്ട്രീയ തിരക്കഥയാണ്. അത് വരുന്ന ദിവസങ്ങളിൽ അറിയാൻ പറ്റും. രാഹുലിനെതിരെയുള്ള ആരോപണമാണ് രാഷ്ട്രീയ തിരക്കഥ. ഒന്നാമത് വ്യക്തമായി ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്യാൻ ആരും തയ്യാറാവുന്നില്ല. കേസ് കൊടുക്കാൻ ആരും തയ്യാറാവുന്നില്ലല്ലോ. കേസ് കൊടുക്കാൻ തയ്യാറാകാത്ത എന്തിനു വേണ്ടി രാഹുൽ രാജിവെക്കണം? അപ്പൊ എന്ത് യൂത്ത് കോൺഗ്രസ് സ്ഥാനത്ത് നിങ്ങൾ മാറ്റി എന്തിനാ? അതാ എനിക്ക് യൂത്ത് കോൺഗ്രസ് സ്ഥാനത്ത് നിന്ന് മാറ്റി ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ട പാർട്ടിയുടെ ഒരു ധാർമ്മികത. പക്ഷേ MLA മാറ്റേണ്ടതാണ് താങ്കളുടെ. പാർട്ടിക്ക് പറ്റില്ല, MLA തുടരാം അല്ലേ? അതാണ് താങ്കളുടെ. MLA ആയി തുടരാലോ. നിങ്ങൾ ബാക്കി എത്ര പേരുണ്ട്? അവരെയൊന്നും നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ പ്രേക്ഷകരുടെ ഇത് ചോദിക്കുന്നില്ല? അതൊക്കെ ഞാൻ ചോദിച്ചു കേട്ടോ. അപ്പൊ ഇന്ന് രാജിവെക്കണമെന്ന് പറയുന്നവരൊക്കെ അന്ന് വേണ്ട രാജിവെക്കേണ്ടതെന്നാ പറഞ്ഞാണ്. അതാണ് പ്രശ്നം. അതെ, നിങ്ങൾക്ക് ഫോൺ ചെയ്യാൻ ഒരുപാട് MLA മാർ ഇപ്പോഴും ഉണ്ട്. ഈ കേസിൽ രാജീവേ, ഞങ്ങള് ഇത് ഈ രാഹുൽ മാക്കൂട്ടത്തിനോട് പ്രത്യേക വൈരാഗ്യമുള്ളവരല്ല. ഞങ്ങൾ ഇത് എല്ലാ MLA മാരോട് ചോദിക്കുന്നതാ. ഇത് അന്ന് ഞങ്ങൾ KPCC അന്ന് ഞങ്ങള് ഇതിന്റെ പാർട്ടി സെക്രട്ടറിയോടും സംസ്ഥാന സെക്രട്ടറിയോടും എല്ലാം ചോദിച്ചതാ. വ്യക്തമായി രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയാണ്. അന്ന് അവര് ഇതുപോലെ എന്ത് പറഞ്ഞു, ഇതെല്ലാം ഒരു കഥയാണെന്നൊക്കെ പറഞ്ഞാണ് പലപ്പോഴും ആളുകൾ പ്രതികരിച്ചത്. അന്ന് ഇതെന്താന്ന് വെച്ചാൽ അവനവന്റെ പാർട്ടിയിൽ ആൾ പെടുമ്പോൾ ഈ കഥയാണെന്നൊക്കെ പറഞ്ഞു മറ്റുള്ള ആ പാർട്ടിയിൽ ആളുകൾ പെടുമ്പോൾ അത് ഉടനെ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടും. അതാണ് അപ്പം അങ്ങ് തന്നെ ഇത് രാജിവെക്കേണ്ട, അത് രാജിവെക്കണമെന്നുള്ള അഭിപ്രായമാണ്. ഏതായാലും കൊള്ളാം, ഇന്ന് എനിക്ക് സമയം തീരെയില്ലാത്തതുകൊണ്ട് നമുക്കൊരു വിശദമായി സംസാരിക്കാം. അപ്പോൾ മഞ്ജുരാജ് എന്നോടൊപ്പം ചേരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. മഞ്ജുരാജ് കുറേ ദിവസമായി പൊതുവേദിയിലേക്ക് വിളിച്ചിട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലേ? അപ്പം ഇത് മഞ്ജുരാജ്, അവിടെ തൃശ്ശൂരൊക്കെ ഇത് വലിയ ചർച്ചാ വിഷയമാണോ? ഈ തൃശ്ശൂര് ചാലക്കുടിക്കകത്ത് വളരെ സ്വാധീനം കോൺഗ്രസിനുള്ള മേഖലയാണ്. അവരൊക്കെ എന്താ പറയുന്നു കോൺഗ്രസ്സുകാരൊക്കെ? അവരെല്ലാവർക്കും ഭൂരിപക്ഷം ചെറുപ്പക്കാരുടെ ഇടയിലും വലിയൊരു അവകാശമായി മാറിയിരിക്കുകയാണ്. അതെയോ? പിന്നെ ഇപ്പൊ കാരണം എല്ലാ മേഖലയിലും കോൺഗ്രസിന് നല്ല ഭൂരിപക്ഷമുള്ള ഒരു മേഖലയാണ്. ആ മേഖലയിലൊക്കെ യുവാക്കളുടെ ഇടയിലും സ്ത്രീകളുടെ ഇടയിലേക്കും വലിയൊരു വിഷയമായിട്ട് മാറിയിട്ടുണ്ട്.
ഇത് സ്വാഭാവികമായിട്ട് ഈ കാര്യത്തിനകത്ത് പ്രസ്ഥാനം രാജിവെച്ചാൽ പോരാ, MLA സ്ഥാനം രാജിവെക്കണം, അല്ലെങ്കിൽ ഒരു കച്ചിത്തുരുമ്പെങ്കിലും ഉള്ളത് പിടിച്ചു നിൽക്കാനുള്ള ഒരു അവസരം അടിയന്തരമായിട്ട് കോൺഗ്രസിന് നഷ്ടപ്പെടും. ഈ യുവാക്കളുടെ ഇടയിലും സ്ത്രീകളുടെ ഇടയിലും വലിയ സ്വാധീനം ഉണ്ടാക്കും. ശരി, വ്യക്തമാണ്. അപ്പോൾ എന്നോടൊപ്പം രവീന്ദ്രൻ കൂടി ചേരുന്നുണ്ട് കേട്ടോ, വടകരയിൽ നിന്ന്. ശ്രീ രവീന്ദ്രൻ കേൾക്കാമോ? അപ്പോൾ നിങ്ങളുടെ വടകരയിലുള്ള MP ആണല്ലോ നമ്മുടെ ഷാഫി പറമ്പിൽ. അപ്പോൾ ഷാഫി പറയുന്നത് ഇപ്പോൾ രാഹുൽ സ്വന്തം നിലയ്ക്ക് പാർട്ടി സ്ഥാനം ഒഴിഞ്ഞു, അത് തന്നെ വലിയ മാതൃകയാണ്. അപ്പോൾ അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ ഇല്ല എന്ന തരത്തിലൊക്കെയാണ് അവിടുന്ന് വരുന്നത്. അപ്പോൾ ഇത് വടകരക്കാരുടെ ഒരു പൊതുവികാരം എന്താണ് ഇതിനെ സംബന്ധിച്ച്? ഷാഫി പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? വടകരക്കാരുടെ പൊതുവായിട്ടാണ് ഇയാളൊരു പക്ക ക്രിമിനൽ. ഇപ്പൊ അവസാനമായി വന്നിട്ട് ആ പെൺകുട്ടി പറഞ്ഞ നിങ്ങൾ കേട്ടില്ല? ഇത്ര കേൾക്കുന്നു, പറഞ്ഞോളൂ. നിങ്ങളൊന്നും പറഞ്ഞോളൂ, മനസ്സിലായില്ല. കേൾക്കുന്നു, പറഞ്ഞോളൂ. ഞാൻ ചോദിച്ചത് വടകരക്കാരുടെ ഒരു പൊതുവികാരം എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. വടകരക്കാരുടെ പൊതുവികാരം എന്ന് പറഞ്ഞാൽ ഇയാളെ പെട്ടെന്ന് MLA സ്ഥാനം രാജിവെക്കണം തന്നെയാണ്. ഓഹോ, ഏതായാലും ഞാൻ വിചാരിച്ചു ഇപ്പോൾ വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടിയത് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഞെട്ടിക്കുന്ന വിവരം പുറത്തു പറയാനായിരിക്കും എന്നാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് രാഹുൽ മാക്കൂട്ടത്തിൻ്റെ വാർത്താ സമ്മേളനം റദ്ദാക്കി. അപ്പോൾ നമ്മളത് ബ്രേക്കിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ എന്തായാലും ഒരു തീരുമാനം ഇല്ല. അപ്പോൾ എന്തോ പറയാൻ വന്നു, പക്ഷേ അത് പറയേണ്ട എന്ന നിലപാടിലേക്ക് അദ്ദേഹം മാറിയിട്ടുണ്ടാകണം. അത് എന്തായിരിക്കാം? ശ്രീ മുരളി ചേർത്തലിൽ നിന്നാണ് എന്നോടൊപ്പം ചേരുന്നത്. ശ്രീ മുരളി, വാർത്താ സമ്മേളനം ആദ്യം വിളിച്ചു, മാധ്യമങ്ങളെ കാണാമെന്ന് പറഞ്ഞു, പിന്നെ കാണണ്ട എന്ന് വിചാരിച്ചത് എന്തുകൊണ്ടായിരിക്കാം? അത് രാഷ്ട്രീയപരമായ നയമാണ്. അത് രാഷ്ട്രീയമായ നയമാണ്. കോൺഗ്രസിന് ഏറ്റവും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ വ്യക്തി ഇങ്ങനെയൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് ഒരു ഇച്ചിരി ഈടറോ വരികയില്ല. അതെ, ശരി, ഓക്കെ. പയസ് എന്നോടൊപ്പം ചേരുന്നത് വയനാട്ടിൽ നിന്നാണ്. പയസ് ഒരിക്കൽ എന്നോട് പറഞ്ഞിരുന്നു, വയനാട്ടിൽ അല്ലേ, ഒരിക്കൽ സ്ഥലം വയനാട്ടിൽ എവിടെ നിന്നായിരുന്നു എന്നോട് പറഞ്ഞു? പുൽപ്പള്ളി. പുൽപ്പള്ളി എന്ന് പറഞ്ഞു. കാരണം എനിക്ക് ഓർമ്മയുണ്ട് പുൽപ്പള്ളി. അത് നമ്മൾ ഈ വന്യമൃഗത്തെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നൊരു ഘട്ടത്തിൽ ഞാൻ അങ്ങേ ഓർക്കുകയും ചെയ്തു. ഓക്കെ, വിളിച്ചു. അതാണ്. അപ്പോൾ പുൽപ്പള്ളിയിൽ ഞാൻ പിന്നെ വന്നിട്ടൊക്കെ ഉണ്ട്. ശ്രീ പയസ്, അവിടെയൊക്കെ ഈ വയനാട്ടിലൊക്കെ ധാരാളം കോൺഗ്രസ്സിന് വലിയ ഭൂരിപക്ഷമുള്ളൊരു ജില്ലയാണ്. അപ്പൊ എന്താണ് കോൺഗ്രസിന് ഒരു മേധാവിത്വം ഉള്ള മണ്ഡലങ്ങളിലുള്ള പെട്ടതാണ് സുൽത്താൻ ബത്തേരി എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും അവരുടെ നട്ടലെന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. അപ്പൊ ഈ മുസ്ലിം ലീഗുകാർക്ക് പോലും തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഗതികേടിലാണ് ഇപ്പം. അവർക്കത് മൈക്ക് വെച്ച് കെട്ടി പറയാൻ കഴിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഘടകകക്ഷികളെ പ്രതിസന്ധിയിലാക്കിയോ? മുസ്ലിം ലീഗിനും ഒക്കെ ഇതേപോലുള്ള ആരോപണങ്ങളൊക്കെ അവർക്കും വന്നിട്ടുണ്ടല്ലോ. ഇതുമാതിരി ഒരു നാറ്റക്കേസ് ഇത്രയ്ക്കും ഇതായിട്ട് പണ്ട് നമ്മുടെ ഒരു ഐസ്ക്രീം വാണിപ്പം കഴിഞ്ഞതിന് ശേഷം എന്റെ ഓർമ്മയിൽ ഇത്രയ്ക്കും മോശമായ ഒരു ഇത് വന്നിട്ടില്ല. അപ്പൊ ഇതിപ്പോ ഇവരുടെ ഒരു നട്ടല് എന്ന് പറഞ്ഞാൽ ഈ പ്രവർത്തിക്കുന്നതും എല്ലാം ഈ ഘടകകക്ഷികളാണല്ലോ. കോൺഗ്രസുകാരെക്കാൾ കൂടുതൽ വാശിയോടെയും വീറോടെയും കൂടി ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഘടകകക്ഷികളാണല്ലോ. അപ്പൊ മൊത്തത്തിൽ ഘടകകക്ഷികളെ പ്രതിസന്ധിയിലാക്കി എന്നാണ് താങ്കൾ പറയുന്നത്. ഓക്കെ, വ്യക്തമാണ്. പ്രശാന്തിന് എന്ത് തോന്നുന്നു? ഈ വാർത്താ സമ്മേളനം പിൻവലിച്ചത് എന്തുകൊണ്ടായിരിക്കും പ്രശാന്ത്? വാർത്താ സമ്മേളനം സമ്മർദ്ദത്തിന്റെ ഫലമായിരിക്കും. സമ്മർദ്ദം അല്ലേ? അപ്പൊ എന്താ രാജിവെക്കേണ്ടെന്ന് അദ്ദേഹം തീരുമാനിച്ചു കാണും അല്ലേ? അങ്ങനെയായിരിക്കും അവർ തീരുമാനിച്ചിട്ടുണ്ടാവുക. പക്ഷെ എന്റെ അഭിപ്രായം രാജിവെക്കണം എന്നാണ്. ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു വിളി സമയത്ത് രാജിവെക്കണം നിലക്ക്. ആ നിലക്ക് തന്നെയാണ്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ഇതിൽ എന്നോട് സുനിൽകുമാർ പറയുന്ന ഒരു പൊതുവേദി കണ്ടിട്ടാവും ചിലപ്പോൾ ഇത് റദ്ദാക്കിയെന്ന് കേട്ടോ. അത് എനിക്കറിയില്ല. കാരണം പൊതുവേദി ചിലരൊക്കെ രാജിവെക്കേണ്ടെന്നും പറഞ്ഞല്ലോ. അപ്പോൾ ചിലർ രാജിവെക്കണമെന്നും ചിലർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സുനിൽ എന്നോട് പറയും പൊതുവേദി കണ്ടതുകൊണ്ടായിരിക്കും അങ്ങനെ തീരുമാനിച്ചതെന്ന്. അപ്പോൾ ജഗതി കുതിരയെ വിഴുങ്ങിയതുപോലെയായി എന്നാണ് ഇപ്പോൾ പിന്നെ വിജയ് മോഹൻ നായർ എന്നോട് ചോദിക്കുന്നത്. ശരി, ഓക്കെ. ഷാ 90 പറയുന്നു കോൺഗ്രസ് ഈ വിഴുപ്പ് ചുമക്കേണ്ട ആവശ്യമില്ല. രാഹുൽ മാക്കൂട്ടത്തിലല്ല, കോൺഗ്രസ് ഒരു രാഹുൽ പോയാൽ 1000 രാഹുൽമാർ വരും എന്നതാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉള്ളതുകൊണ്ട് രാഹുൽ മാക്കൂട്ടത്തിൽ പോയാലൊന്നും ഒരു കുഴപ്പമില്ലെന്നാണ് നമ്മുടെ ഷാ @90 പറയുന്നത്. അപ്പോൾ ഷാ ഒരു 90s കിഡാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഷാ @90 എന്നാണ്. ടോക്ക് വിത്ത് ശിവ പറയുന്നത് നിങ്ങളുടെ റിപ്പോർട്ടർ ഡാൻ കൊടുത്ത വാർത്ത RSPയെക്കുറിച്ച് എന്തടിസ്ഥാനത്തിലാണ്? ഓഹോ, ഓക്കെ. അത് നമുക്കൊരു ദിവസം ഡാനിനെ വിളിച്ച് ചോദിക്കാവുന്നതാണ്.
അപ്പോൾ ഹാപ്പിനെസ് CPM എന്ത് ചെയ്യും എന്ന് CPM ഇനി എന്ത് ചെയ്യുമെന്ന് ഹാപ്പിനെസ് എന്നോട് ചോദിക്കുന്ന CPM ഇപ്പോൾ ഹാപ്പി ആകാനുള്ള സാധ്യതയില്ല എന്ന് ഹാപ്പിനെസ് തൽക്കാലം മനസ്സിലാക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കൃഷ്ണദാസ് ഒരു തംസപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ജയൻ ചേട്ടന് നമസ്കാരം. ഓക്കെ, കൃഷ്ണദാസ് പറയുന്നത് സുനിൽകുമാർ ശ്രീമതി ജയ കോൺഗ്രസിനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്, അപ്പോൾ ആ പ്രസ്ഥാനത്തിൻ്റെ ഒപ്പം നിൽക്കും, സ്വാഭാവികം. കോൺഗ്രസ് എന്നാൽ എന്താണ് ഇതൊക്കെ വെളിവാക്കുന്നത് എന്താ? ഓക്കെ എന്ന് കൃഷ്ണൻകുട്ടി എന്നോട് ചോദിക്കുന്നു. നിങ്ങൾ രാഹുൽ രാജിവെച്ചാൽ ക്രിട്ടിക്ക് കിട്ടുന്നത് എന്താ എനിക്ക് മനസ്സിലായില്ല ജയ. ഓക്കെ, നാട്ടിൽ ശല്യം ഉണ്ടാക്കരുതെന്ന് ആരോ പറയുന്നുണ്ട്. ഓക്കെ, ഡ്രീം ലൈനിന് എന്തോ നമ്മളെ വല്ലാതെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. അദ്ദേഹം ഇത് ഞാൻ ഡ്രീം ലൈനോട് ഒരിക്കൽ വിശദീകരിച്ചല്ലോ, ഇത് ഡ്രീം ലൈൻ ഇത് പൊതുവേദി ആൾ കാണുന്നതിൻ്റെ യൂട്യൂബിൽ ഇനിയും ആളുകൾ കാണണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. 43 ലക്ഷം വ്യൂസ് ഞങ്ങൾക്കുണ്ടല്ലോ. അപ്പോൾ 43 ലക്ഷം പേര് ലൈവായിരുന്നത് കാണണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അത്ര വരുന്നില്ലല്ലോ എന്ന് അദ്ദേഹം ചോദിക്കുന്നത്. അവർ പിന്നെ കണ്ടോളും, അങ്ങ് ഇത് വിഷമിക്കേണ്ട, അങ്ങ് ഇത് കാണുന്നു എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഓക്കെ, അപ്പോൾ കൈയടിക്കണമെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. കൈയടിച്ചോ, സന്തോഷം തന്നെ. അഹമ്മദ് ബാബ മലപ്പുറത്ത് നിന്ന് എന്നോടൊപ്പം വിളിക്കുന്നു. അഹമ്മദ് ബാബ എൻ്റെ ഒരു വളരെ പ്രിയപ്പെട്ട പ്രേക്ഷകനാണ്. അദ്ദേഹം മലപ്പുറത്താണ് വിളിക്കുന്നത്. കുറേ ദിവസമായി ഞങ്ങൾ സംസാരിച്ചിട്ട്. അപ്പോൾ ശ്രീ അഹമ്മദ് ബാബ, ഇത് അങ്ങ് ഒരു ചെറിയ UDF അനുഭാവിയാണ്, അതൊക്കെ എനിക്കറിയാം. പക്ഷേ ഇതുപോലെ ഒരു ഘട്ടത്തിൽ ശ്രീ അഹമ്മദ് ബാബ എന്ത് നിലപാടെടുക്കും? ഞാൻ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇന്നലെ വിളിച്ച് സംസാരിച്ചിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞ ആഴ്ച ജ്യേഷ്ഠന്റെ മരണം ഉണ്ടായപ്പോഴേ ഒന്നങ്ങോട്ട് വിട്ടു നിൽക്കേണ്ടി വന്നു. ഇന്നലെ നമ്മൾ സംസാരിച്ചല്ലേ? ഇല്ല, ഇന്നലല്ല, മിനിഞ്ഞാന്ന്. അതാ പറഞ്ഞു, ഞാൻ അഹമ്മദ് ബാബു വന്നാൽ ഞാൻ ഓർക്കാതിരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ട വളരെ ഇഷ്ടപ്പെട്ട ആളുകളുടെ പട്ടികയിലാണ് അഹമ്മദ് ബാബു. ഞാന് പിന്നെ പെട്ടെന്ന് ജ്യേഷ്ഠൻ മരണപ്പെട്ടപ്പോൾ അതിന്റെ കുറച്ച് ഇതിലായി. അതൊരു ദുഃഖവാർത്തയാണല്ലോ. എങ്ങനെയാണ്, എന്താണ് അത് സംഭവിക്കാൻ കാരണം? എന്ത് പറ്റിയത്? തോന്നൊന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഇതായിട്ട് പെട്ടെന്ന് അങ്ങനെ പോയി. അത് പിന്നെ മുകളിലുള്ള സമയം കണക്കാക്കിയ പോണ്ട സാർ. ഏതായാലും ആ ദുഃഖത്തിൽ ഞങ്ങളും ഒക്കെ പങ്കുചേരുകയാണ്. കുടുംബത്തിന് ഇത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലാ വിഷയങ്ങളിലും ഒരു എടുത്തുചാട്ടമുള്ള ഒരാളാണ്. ഇത് വല്ലാത്ത എടുത്തുചാട്ടമായി പോയോ എന്നൊരു സംശയം ഉണ്ടോ? ഇത് എടുത്തുചാട്ടമായി പോയോ എന്ന് ചോദിച്ചാല് അതും ഞാനിപ്പോ ഇത് ഒരു UDF അനുഭാവിയാണ്. പക്ഷെ എങ്കിൽ പോലും ഇത് ഒരു മോശപരമായിട്ടുള്ള ഒരു മോശം സന്ദേശം പുറത്ത് നൽകാൻ ഒരു സാധ്യത ഇതിലുണ്ട്. പക്ഷെ ഇത് ഒരു പാർട്ടി ആളുകൾ, മറ്റു പാർട്ടി ആളുകൾ ഇത് ഏറ്റെടുത്തുകൊണ്ട് നടക്കുമ്പോൾ ധാർമ്മികതയുടെ ഒക്കെ പ്രശ്നം അവരിൽ കൂടിയും വന്നത് അവിടെ കിടക്കുകയാണ്. ഇപ്പൊ ഇന്ന് വാർത്താ സമ്മേളനം റദ്ദാക്കിയപ്പോ ചാനലില്, നിങ്ങളെ ചാനലിൽ തന്നെ കണ്ടു. അപ്പൊ ആ വാർത്താ സമ്മേളനം ഒന്ന് കേൾക്കാൻ ഞാനും വിചാരിച്ചിരുന്നു, എന്തായിരിക്കും പറയാ എന്നറിയാന്. ഏതായാലും ഇതൊരു എന്തിനാ ഇതിന്റെ ഒരു തുടക്കവും ഒടുക്കവും ഇല്ലാത്തൊരു വിധത്തിലേക്ക് ഇത് പോകുന്നു എന്ന് ആണ് എന്റെ ഒരു അഭിപ്രായം. ഇതിൽ കുറെ സംസാരിക്കാനുണ്ട്, പക്ഷെ അത് ഇങ്ങനത്തെ ഒരു വേദിയിൽ വേറെ ആളുകള് നമ്മളെ കാത്തു നിൽക്കുന്നുണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനൊരു അഭിപ്രായം മാത്രമാണ് അഹമ്മദ് ബാബന്റെ കയ്യിൽ നിന്നുള്ളത്. പിന്നെ കുറെ അഭിപ്രായം പറയാനിപ്പോ ഞാനും മാനസികമായിട്ട് ഞാനും വലിയൊരു ഇതിലല്ല. ആയിക്കോട്ടെ, ഏതായാലും ആ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുകയാണ്. എന്നിട്ടും പൊതുവേദിയിൽ ഇത് വിളിക്കാനും ഈ കാര്യം പറയാനും അങ്ങ് കാണിച്ച ആ ഒരു ഏതായാലും ഈ പൊതുവേദി കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയെല്ലാം ഞങ്ങൾ അനുശോചനം അറിയിക്കുകയാണ്. വളരെ നന്ദി ശ്രീ അഹമ്മദ് ബാബു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രേക്ഷകനാണ് അദ്ദേഹം. അപ്പോൾ കുറച്ച് ദുഃഖാവസ്ഥയിലാണ്. ഏതായാലും അത് ഒക്കെ മാറി അദ്ദേഹത്തിന് കുറെ കൂടി കരുത്ത് ജീവിതത്തെ നേരിടാൻ ഉണ്ടാകട്ടെ എന്നൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. തോമസ് എന്നോടൊപ്പം ചേരുന്നു കോട്ടയത്ത് നിന്നാണ്. ശ്രീ തോമസ്, കോട്ടയത്ത് നിന്ന് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ കോട്ടയം ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത്. പൊൻകുന്നത്ത് നിന്ന്? ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരി. അപ്പോൾ ചങ്ങനാശ്ശേരിയിൽ ഈ വിഷയം ചർച്ചയായോ തോമസ്? എന്താ പറയുന്ന ആളുകളോട്? തീർച്ചയായിട്ടും ചർച്ചയായിട്ടുണ്ട്. പലരും പല രീതിയിലാണ് ഇതിനെ കാണുന്നത്. പലർക്കും പല അഭിപ്രായങ്ങളുണ്ട്. ഓരോരുത്തരും ഓരോ കാഴ്ചപ്പാടിലാണ് ഇത് കാണുന്നത്. ആ ഒരു രീതിയിൽ ഇതിനെ നമ്മൾ കണ്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രം മതി. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർന്നു വരുന്ന ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു. ചെറുപ്പക്കാരനാണ്. ഈ പറയുന്ന പെൺകുട്ടിയും ഒരു ചെറുപ്പക്കാരത്തിയാണ്.
അവർക്ക് രണ്ടുപേർക്കും ഒരു അട്രാക്ഷൻ ഉണ്ടായി കാണാം. അത് ഒരുമിച്ച് ജീവിക്കാനാണോ അല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. ഇങ്ങനെ അട്രാക്ഷൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഒരുമിച്ച് ജീവിക്കാനായിട്ട് താല്പര്യം അവർ ആ നിമിഷത്തിൽ സംഭവിച്ചു പോയി, ആ പെൺകൊച്ച് ഗർഭിണിയായി. ഇവർ ഒരുമിച്ച് ജീവിക്കാനാണെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മള് സത്യത്തിൽ ഈ മാധ്യമങ്ങളും പൊതുസമൂഹവും ഒക്കെ അവരുടെ സ്വകാര്യതയിലേക്ക് കൈകടത്തുകയും ആ വാട്സപ്പ് ചാറ്റൊക്കെ കൊടുക്കുകയും ചെയ്യുകയായി പോകും അല്ലേ? അങ്ങനെ തീർച്ചയായിട്ടും ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് ആ റിപ്പോർട്ട് ഞാൻ ആണെന്ന് തോന്നുന്നു, ആ മൊട്ടയടിച്ച അരുൺ സാറ് ആ പെൺകൊച്ചിനെ ഇരുത്തിക്കൊണ്ട് ആ സിനിമാ നടിയെ ഇരുത്തിക്കൊണ്ട് കുത്തി എന്തോ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യം, എന്തോ വലിയൊരു ചീഞ്ഞ നാറിയ സംഭവം ഇട്ട് മലയാളികളെ മുമ്പിൽ ഇട്ട് വെഴുപ്പറക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നു. മലയാളികളല്ല ഇത് കാണാനും വേണ്ടി മാത്രമല്ല. ആരോപണം ഒരു MLA-ക്കെതിരെ അല്ലെങ്കിൽ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിനെതിരെ വരുമ്പോൾ മാധ്യമങ്ങൾ അത് ആരാണെന്ന് ചോദിക്കൂല, മാധ്യമങ്ങൾ അല്ലെങ്കിൽ നാട്ടുകാർ ചോദിക്കൂലേ? ഇപ്പോഴും ഈ പറയുന്ന ഇനിയിപ്പോ അത് കൊടുത്തില്ലെന്നെങ്കിൽ ഇപ്പൊ നിങ്ങളൊക്കെ പറയൂലേ അത് ഇത് വാർത്ത അറിഞ്ഞിട്ട് മറച്ചു വെച്ചു? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോഴും ഈ ആരോപണം ഉന്നയിക്കുന്ന പെൺകുട്ടി ഇപ്പോഴും സമൂഹത്തിന് മുമ്പിലേക്ക് വരാൻ അത് താല്പര്യപ്പെടുന്നില്ല, അത് ഒളിഞ്ഞു നിൽക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അതിന് ഇത് ഇട്ട് അതിനെ സമൂഹത്തിന് മുമ്പിലിട്ട് വലിച്ചു കയറി ഇത് ചെയ്യാനായിട്ട് അതും താല്പര്യപ്പെടുന്നില്ല. പക്ഷെ ഏതായാലും ഒരു ചലച്ചിത്ര താരവും ഒരു ട്രാൻസ് വുമണും എത്തിയിട്ടുണ്ട്. പരാതിപ്പെട്ട ഒരാള് നമ്മുടെ ഹണി ഭാസ്കരൻ എന്ന സാഹിത്യകാരിയാണ്. അവരിപ്പോൾ ആകെ പെട്ടിരിക്കുക. കാരണം അവർക്ക് ഉണ്ടായിട്ടുള്ള ഈ സൈബർ അറ്റാക്ക് കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റാതെ അവരിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി അവർക്ക് ഉണ്ടായിരിക്കുന്ന ദുരനുഭവം അല്ല പറഞ്ഞു, അവർ വേറെ ആൾക്കുണ്ടായിരിക്കുന്ന ദുരനുഭവമാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല അവർ ഈ അനുഭവം പറഞ്ഞപ്പോൾ അവർക്കൊരു ദുരനുഭവം ഉണ്ടായി, അതാണ് അവരിപ്പോ പോലീസിൽ പരാതി കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായത്. സൈബർ അറ്റാക്കാണ്. അപ്പൊ ഈ പരാതിക്കാരി പുറത്തു വന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്നൊരു ക്വസ്റ്റ്യനും കൂടി അവിടെ നിൽക്കുകയാണ്. സിമ്പിളായിട്ട് ഒരു കാര്യം കൂടെ ആലോചിക്കണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു, എത്ര പേര് പോലീസിനകത്ത് കൊണ്ടുവന്ന് പരാതി കൊടുത്തു. ഇപ്പൊ ഏകദേശം ഒരു സെലിബ്രിറ്റീസിന്റെ കൂട്ടത്തിൽ ക്ഷയിക്കാൻ വേണ്ടിയിട്ട് ആണോ പെണ്ണോ ആയിക്കോട്ടെ എത്ര പേര് ആഗ്രഹിക്കുന്നു ഒരു നിമിഷത്തിന് വേണ്ടി. പക്ഷെ ഞാൻ ശ്രീ തോമസിനോട് ഒരു കാര്യം ചോദിക്കുന്നത്, ഇപ്പൊ പരാതി ഇല്ലായിരിക്കാം, ഇപ്പോൾ കുറ്റകൃത്യങ്ങളില്ലായിരിക്കും, പക്ഷേ ഞാനിങ്ങനെ ആഗ്രഹിക്കുക ഇത് ചെയ്യാണ്. നമ്മുടെ നാട്ടിൽ പലപ്പോഴും പല മന്ത്രിമാരും മുമ്പൊക്കെ രാജിവെച്ചിരുന്നു. ഇപ്പോൾ നമ്മുടെ ഓരോ സംഭവങ്ങൾ നടക്കുമ്പോൾ പോലും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അവരുടെ വകുപ്പിലൊരു സംഭവം നടക്കും പോലും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് മാറി നിൽക്കാനും കുറ്റസമ്മതം നടത്താനും ഒക്കെ വന്നിരുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം നമുക്കുണ്ടായിരുന്നു. അവിടെ നിന്നാണ് തീർച്ചയായിട്ടും ഓരോ കേസിൽ ഓരോരുത്തരും രാജിവെച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നത് ഏറ്റവും അധികം ഓർക്കുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ പേരാണ്. അദ്ദേഹം റെയിൽവേ മന്ത്രിയായിരുന്നപ്പോൾ റെയിൽവേ പിന്നെ അപകടത്തിന്റെ ഉത്തരവാദിത്വം പോലും അത് ഏറ്റെടുത്തു. അപ്പോൾ അതൊന്നൊക്കെ മാറി ഇപ്പോൾ ആളുകൾ എന്ത് വന്നാലും അധികാരം വിടില്ല എന്ന നിലപാടിലേക്ക് പോയോ എന്ന് സംശയിക്കാൻ ഇത്തരം സാഹചര്യങ്ങൾക്ക് വഴി കൊടുക്കുമെന്നാണ് എൻ്റെ പേടി. അത് തീർച്ചയായും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് തന്നെ നിലനിൽപ്പാണ്, നിലനിൽപ്പിന്റെ രാഷ്ട്രീയമാണ് എല്ലാവരും കളിക്കുന്നത്. ഇപ്പൊ മാധ്യമ സൈഡിലാണെന്നുണ്ടെങ്കിലും മാധ്യമങ്ങൾക്ക് പിടിച്ചു നിൽക്കാണെന്നുണ്ടെങ്കിൽ മാധ്യമങ്ങൾക്ക് പോലും നിലനിൽപ്പിന്റെ വാർത്തകൾ തന്നെ കൊടുത്തേ മതിയാകത്തുള്ളൂ. ഇതിനെക്കാട്ടിലും എന്തുമാത്രം വാർത്തകൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അതൊന്നും കൊണ്ടുവരാണ്ട് ഇതുപോലത്തെ ഒരു കൊണ്ടുവരാത്ത ഏതായിരുന്നു എന്തുമാത്രം വിഷയം ഒന്നും വേണ്ട. വേണ്ട സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം പറയാം. നാട്ടില് പട്ടികളുടെ ശല്യം, ഹൈക്കോടതിയുടെ ഒരു വിധി വന്നു, സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നു. ആ ഇതൊക്കെ ഞങ്ങൾ എത്ര തവണ നമ്മുടെ പൊതുവേദി ചർച്ച ചെയ്ത വിഷയമാണ്. പട്ടികഴിയും അതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ പ്രശ്നവും അതാ എത്രയോ തവണ പറഞ്ഞതാണ്. ഇത് കേട്ടാൽ ഞാൻ വിചാരിക്കുന്നത് ഹൈക്കോടതി ഈ വിധി പാസ്സാക്കിയിട്ട് അങ്ങേ ഫോൺ ചെയ്ത് പറയുക ഇങ്ങനെയുണ്ട്. ഇത് മാധ്യമങ്ങളിലൂടെ വായിച്ചറിഞ്ഞതല്ലേ ശ്രീ തോമസ്? ശരി, എനിക്ക് സമയമില്ല ഇങ്ങനത്തെ തർക്കങ്ങളിലേക്ക് പോകാൻ. മാധ്യമങ്ങളിലൂടെ ആ ഒരു കാര്യം പറയും, എന്നിട്ട് മാധ്യമങ്ങൾ അത് പറഞ്ഞില്ലെന്ന്. ഓക്കെ, ശ്രീ കൃഷ്ണൻകുട്ടി മണിമല എന്നോടൊപ്പം ചേരുകയാണ്. ശ്രീ കൃഷ്ണൻകുട്ടി മണിമല, നമുക്ക് സമയം വളരെ കുറവാണ്, ധാരാളം ആളുകൾ ഇങ്ങനെ ഇന്ന് ഭയങ്കര തിരക്കാണ്. ഏതായാലും നമ്മൾ പലപ്പോഴും ധാരാളം സംസാരിക്കുന്നതാണല്ലോ. അപ്പോൾ അങ്ങക്ക് എന്താ തോന്നുന്നത്, ഇതിൻ്റെ ഒരു പര്യവസാനം എന്താകും എന്ന് വളരെ ചെറിയ വാക്കുകളിൽ പറഞ്ഞാൽ? നമസ്കാരം, ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. അതായത് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഒരു തീരുമാനം എടുക്കുക എന്ന് പറയുന്ന ഒരു കഴിവാണ്. അതുപോലെ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ കോൺഗ്രസ് നിൽക്കുന്നത്. ഇതുപോലെ പ്രതിസന്ധി വന്ന ഒരു കാലം ഞാൻ കോൺഗ്രസിന്റെ ഓർക്കുന്നത്, ഇന്ദിരാഗാന്ധിക്കെതിരെ അലഹബാദ് ഹൈക്കോടതി വിധി വന്നു തെരഞ്ഞെടുപ്പിൽ അഴിമതിയാണെന്ന്. ആ നിമിഷം ഇന്ദിരാഗാന്ധി രാജിവെച്ചിരുന്നെങ്കിൽ കോൺഗ്രസ് അന്ന് പഠനത്തിലേക്ക് പോകില്ലായിരുന്നു. അതിന് പകരം ഇന്ദിരാഗാന്ധി പിടിച്ചു തൂങ്ങി കിടന്നു. രാജിവെക്കരുതെന്ന് പറഞ്ഞ് കേരളത്തിൽ നേക്കാണിയെ പോലുള്ള വലിയ വലിയ നേതാക്കന്മാർ ടെലഗ്രാം അടിച്ചു. അതുകൊണ്ട് ഇന്ദിരാഗാന്ധി അവിടെ പിടിച്ചു വന്നു. എന്നിട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അത് കഴിഞ്ഞ് വന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അടപടലേ തോറ്റു, ഇന്ത്യ മുഴുവൻ, കേരളത്തിൽ ഒഴിച്ച്. അതുപോലെ ഒരു സംഭവം ഞാൻ ഓർക്കുന്നത്, അന്ന് ഞാൻ ബോംബെയിലാ. ഈ നമ്മുടെ ഉമ്മൻചാണ്ടിയും സരിതയും കൂടെയുള്ള ഒരു ഫോട്ടോ ചാനലിൽ വന്നു. അത് കണ്ട ഉടനെ രാജിവെക്കുന്നതിന് പകരം
ഉമ്മൻചാണ്ടി പിടിച്ചു നിന്നു. എല്ലാരും പറഞ്ഞു അന്ന് ഒരു വെളുപ്പിന് 2 മണിയായപ്പോ ഞാനൊന്ന് രാത്രി മുഴുവൻ TV കണ്ടയാളാ ഇത് രാജിവെക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. 2 മണിയായപ്പോഴേക്ക് നമ്മുടെ KM മാണി സാർ ഉൾപ്പെടെയുള്ള ആൾക്കാര് ക്ലിഫ് ഹൗസിൽ ചെന്നു. ഇതൊക്കെ TV ലൈവായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ വിചാരിച്ചത് നേരം വെളുക്കുമ്പോൾ രാജിവെക്കുമെന്നായിരുന്നു. രാജിവെച്ചില്ല, പിടിച്ചു നിന്നു. അതുകൊണ്ടുണ്ടായ നഷ്ടം കോൺഗ്രസ് എത്രയാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ പ്രതിസന്ധിയിലാണ് ഇപ്പൊ കോൺഗ്രസ് നിൽക്കുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടം കാരണം കോൺഗ്രസിലെ നല്ല ആൾക്കാർ വരെ ഇനിയും ഖതറിട്ട് നടന്നാല് ആൾക്കാർ പറയും അയാൾ കോൺഗ്രസ് ആണ്, അയാളും രാഹുലിന്റെ ഫ്രണ്ടാണ്, സ്വഭാവം ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ മാലിന്യം പോക്കറ്റിൽ വെച്ചുകൊണ്ട് നടന്നാൽ തീരെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നമുക്ക് ചർച്ച ചെയ്യാൻ എനിക്ക് ചെറിയ ഇടവേള അനിവാര്യമാണ്. ഞാൻ പെട്ടെന്ന് പറയാം, നിറയെ പേർ യൂട്യൂബിലുണ്ട്, ഞാൻ അതിലേക്കൊക്കെ വരാം. ഒരു ഷോർട്ട് ബ്രേക്ക്, ചെറിയ ഇടവേള. യെസ്, അപ്പോൾ നമ്മുടെ പൊതുവേദി തുടരുകയാണ്. അപ്പോൾ കോൺഗ്രസിന് വിഴുപ്പ് ചുമക്കേണ്ട ആവശ്യമില്ല എന്ന് ഷാ പറയുന്നുണ്ട്. വിജയമോഹൻ നായർ നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതോടൊപ്പം സുരേഷ് നായർ പറയുന്നു രാഹുൽ എത്രയും വേഗം രാജിവെച്ചാൽ നന്നായിരിക്കും, അതാണ് കോൺഗ്രസിന് നല്ലതെന്നാണ് സുരേഷ് നായരുടെ അഭിപ്രായം. അപ്പം മണിക്കുട്ടൻ പറയുന്നു രാജിവെച്ച് മാതൃക കാണിച്ചു കൊടുക്കണം. അപ്പോൾ മണിക്കുട്ടൻ്റെ പേര് കേട്ടപ്പോൾ ഞാൻ നമ്മുടെ കുട്ടൻ വിളക്ക് തലേ ഇന്ന് കണ്ടില്ലല്ലോ എന്ന് ഓർത്തത്. അദ്ദേഹം എന്തുവേണോ ഇന്ന് നമ്മുടെ പൊതുവേദി ചേർന്നിട്ടില്ല, ഉണ്ടാവുമായിരിക്കും, ചിലപ്പോൾ അദ്ദേഹം എന്തായാലും കമൻറ്റ് ഇട്ടിട്ടില്ല. അപ്പോൾ ഷിജു എന്നോട് പറയുന്നത് ഓൺലി ഫ്യൂ പീപ്പിൾ ലൈക്ക് സുരേന്ദ്രൻ ക്യാൻ ആക്സെപ്റ്റ് ഹെൽത്തി ക്രിറ്റിസിസം എന്നാണ്. അത് സുരേന്ദ്രൻ ക്രിറ്റിസിസം ഒക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ്, അത് നല്ലതാണ്. അപ്പോൾ സിറ്റി ട്രാവലർ പറയുന്നു രാഹുൽ മാങ്കൂട്ടൂർ ഗോവിന്ദ് അങ്ങനെ പറയാറായിട്ടില്ല. അത് കോടതിയൊക്കെ വിധിച്ച് വരുമ്പോൾ നമുക്ക് ഗോവിന്ദ് ചാമിയോട് താരതമ്യം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ജയോബ പറയുന്നത് അബിൻ വർക്കിയുടെ തിരക്കഥയാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടോക്ക് ശിവ പറയുന്നത് അത് ശിവയ്ക്കും ഈ പ്രശ്നം 43 ലക്ഷം സബ്സ്ക്രൈബറുള്ള ന്യൂസ് 18 ഈ സബ്സ്ക്രൈബർമാരെല്ലാം പൊതുവേദിയിലേക്ക് വരണമെന്നാണ് നമ്മുടെ ടോക്ക് വിത്ത് ശിവ ആലോചിക്കുന്നത്. വരും. ഓക്കെ, അപ്പോൾ ജയകുമാർ പറയുന്നു സുനിൽകുമാറിന് നമസ്കാരം എന്ന് പറയുന്നു. തോമസ് കേസി പറയുന്നു മുകേഷിൻ്റെ കാര്യം ഒന്നുകൂടി ചർച്ച ആക്കിയാൽ കൊള്ളാം എന്ന് പറയുന്നു. ഓക്കെ, അതിപ്പോൾ അല്ലെങ്കിലും ചർച്ചയാണല്ലോ. ബിജോയ് ബാബു പറയുന്നു രാത്രിയിൽ പങ്കെടുക്കുന്ന വെറുതെ അലറുകയാണെന്ന്. ഓക്കെ, ശരി, ഓക്കെ, എന്തോ എനിക്ക് തോന്നുന്നത് ഒരു പരാതിയാണ്. ഓക്കെ, ഓക്കെ, 102 കോടി സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന്, സന്തോഷം, ആയിക്കോട്ടെ, അവർ 102 കോടി ഇരുന്നോട്ടെ. അപ്പോൾ ബിജോയ് പറയുന്ന രാത്രി ഡിബേറ്റിൽ ഓക്കെ, അവർക്ക് ഡിബേറ്റിൽ ചില നമ്മുടെ ആങ്കറോട് എന്തോ പരാതിയുണ്ട്. ഓക്കെ, നോക്കാം, നമുക്ക് പരിശോധിക്കാം കേട്ടോ. എൻ തോമസ് കോട്ടയം പറയുന്നത് CPMനെതിരെയായിരുന്നെങ്കിൽ ഇയാൾ വാർത്ത കൊടുക്കട്ടെ എന്ന് പറഞ്ഞു വന്നേനെ, കോൺഗ്രസ്സിന് പൊള്ളും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സമുന്നയ ചേർന്നത്. അപ്പോൾ സമുന്നയ പലപ്പോഴും പരാതിയൊക്കെ പറയാറുണ്ട്, സമുന്നയുടെ കമൻസ് ഒന്നും ഞാൻ വായിക്കാറില്ലെന്ന്. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ സമുന്നയുടെ കമൻറ്റ് അതുകൊണ്ട് തന്നെ അത് പറഞ്ഞുകൊണ്ട് തന്നെ വായിക്കാം. 2 ഹൂക്കേഴ്സ് എന്നാണ് പറഞ്ഞത്. ഒരു വെടിക്ക് 2 ഹൂക്കേഴ്സ്, 0 ആക്കാം, 0യ്ക്ക് ചുളിവിൽ ഹീറോ ആകാം. ഓക്കെ, കൊള്ളാം. സമുന്നയ വളരെ വൈകാരികമായിട്ടുള്ളൊരു ടോക്ക് വിത്ത് ശിവയ്ക്ക് ഇതിങ്ങനെ നിരന്തരം വിടുകയാണ് കേട്ടോ. 43 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എവിടെയെന്നാണ് ചോദിക്കുന്നത്. ഇദ്ദേഹത്തിന് എന്താണ് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഏതായാലും കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഷിജു കണിയാമ്പറമ്പിൽ എന്നോട് ചോദിക്കുന്നത് മനു സുഖമാണോ, അങ്ങയുടെ അവതരണം അടിപൊളി, വാർത്തകൾ ചർച്ചയായോ തോമസ് എന്നുള്ള ചോദ്യം കലക്കിയിട്ടുണ്ട്. ഈ പരിപാടി വിജയം എങ്ങനെയാണ് ഉണ്ടാകും? പക്ഷേ ഷാജി കണിയാമ്പറമ്പിലാണ് അത് പറയുന്നത്. ഷാജി കണിയാമ്പറമ്പിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട നമ്മുടെ ഒരു പൊതുവേദി ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. അപ്പോൾ എന്നെ പൂഴ്ത്തിയതുപോലെ എനിക്കത് വളരെ അദ്ദേഹത്തിലോട്ടുള്ള സ്നേഹം വീണ്ടും ഇരട്ടിയായി. ഓക്കെ, അപ്പോൾ ജയകുമാർ പറയുന്നു ഷാജി ആർഷോനെ പറ്റിയുള്ള പരാതിയാണ്. ഓക്കെ, തോമസ് കോട്ടയം പറയുന്നു CPMനെതിരെ ആയിരുന്നെങ്കിൽ ഇയാൾ വാർത്ത കൊടുക്കട്ടെ എന്ന് പറഞ്ഞേന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ജമ്പ് ചെയ്ത് പോകുന്നതുകൊണ്ട് ഈ ടോക്ക് വിത്ത് ശിവയ്ക്കും ഇവർ ഈ വലിയൊരു വിഷയം നമ്മൾ ചർച്ച ചെയ്യുകയാണല്ലോ. അപ്പോൾ അവർ ഈ 43 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ന്യൂസ് 18 ഉണ്ടല്ലോ, അവരൊക്കെ എന്താ ലൈവിൽ വരാത്തത് ഇങ്ങനെ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു തവണ ഒരു ചോദ്യം ചോദിക്കുക, ഞാൻ അത് വായിച്ചല്ലോ, പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അതിന് ഉത്തരം അറിയില്ല, അതാണ് അതിൻ്റെ കാര്യം. ഓക്കെ, സൂപ്പി വെള്ളമുണ്ടയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. സൂപ്പി, ചുരുങ്ങിയ വാക്കുകളിൽ നമ്മുടെ സമയം അവസാനിക്കാറായി.
ഇന്നലെ എന്ത് ചെയ്തു, എന്റെ ഫോൺ കട്ടാക്കി. എന്താ നിങ്ങളല്ല അവര് എന്ത് ചെയ്തു അത് ചില സമയത്ത് ഈ ഫോൺ ജാം ആവുകയാണ് സൂപ്പി. അങ്ങ് എല്ലാ ദിവസവും അങ്ങ് ഈ അവസരം കിട്ടാത്ത ഒരാളെ പോലെ സംസാരിക്കരുത്. കാരണം ഏറ്റവും അധികം അവസരം കിട്ടിയ ആളുകളിൽ ഒരാൾ സൂപ്പി വെള്ളമുണ്ടയിൽ നിന്ന്, എനിക്ക് പേര് പോലും പെട്ടെന്ന് ഓർമ്മയിൽ നിന്ന് അറിയാവുന്ന ഒരാളാണ്. അങ്ങ് എത്ര കാര്യങ്ങൾ ഇപ്പം ചില സമയത്ത് നമ്മളൊരു ദിവസം കുറച്ച് സ്ത്രീകൾക്ക് ഒരു അവസരം കിട്ടാൻ വേണ്ടി ഒരു മിനിറ്റ് ഒന്ന് അവർ പറയട്ടെ എന്ന് പറയുമ്പോൾ അങ്ങേ പോലുള്ള പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകർ അതിനൊരു ചെറിയ അവസരം കൊടുക്കണ്ടേ? അപ്പോൾ ഏതായാലും ഇന്ന് നമുക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ സൂപ്പി മാത്രം പറഞ്ഞ അപ്പൊ തന്നെ നിങ്ങൾ ഒരു വെള്ളം സന്തോഷമുണ്ട്. പിന്നെ എന്റെ അഭിപ്രായത്തിൽ രാഹുൽ മാങ്കൂട്ട് രാജിവെക്കാത്തതിന്റെ കാരണം ഇപ്പോ നിങ്ങൾ പത്രസമ്മേളനത്തിൽ ചോദിക്കും, നിങ്ങളെ ഓഡിയോ കാസറ്റ് വന്നിട്ടുണ്ടല്ലോ, അത് നിഷേധിക്കും. അപ്പൊ അദ്ദേഹത്തിന് മറുപടി ഉണ്ടാവില്ല. അതാണ് ശരിക്കും പറഞ്ഞാൽ രാജിവെക്കാൻ തയ്യാറാകാത്തത്. ശരിക്കും രാജിവെക്കണം എന്ന് ആണത്തം തെളിയിക്കണം രാജിവെച്ചിട്ടെന്നാണ് എന്റെ അഭിപ്രായം. ശരി, ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പം നമ്മൾ ഈ വിഷയം യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ എന്താണ് ഈ വിഷയത്തിൽ പൊതുവേദി രാഹുലിൻ്റെ രാജിയിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത് നോക്കുമ്പോൾ 68% ആളുകൾ യെസ് എന്നാണ് പറയുന്നത് കേട്ടോ. 32% ആളുകളെ രാജി വേണ്ട എന്ന നിലപാട് എടുക്കുന്നുള്ളൂ. പക്ഷേ ഇന്നത്തെ പൊതുവേദിയുടെ ഒരു വലിയ സവിശേഷത ചിലർക്കൊക്കെ ഇത് എവിടെയൊക്കെയോ കൊണ്ടുവന്നുള്ളതാണ്. കാരണം ചില കമൻറ്റുകളൊക്കെ വരുന്നത് അത് പ്രത്യക്ഷമായി ഇങ്ങനെ എന്നോടുള്ള വിയോജിപ്പ് വ്യക്തമാക്കാതെ അത് ചില കുറുക്കു വഴികളിലൂടെയുള്ള ഒരു ആക്രമണം നടത്തുന്ന ഒരുപാട് കമൻറ്റ്സ് കണ്ട്. അപ്പോൾ പൊതുവേദിയിലെ ചില കാര്യങ്ങൾ എവിടെയൊക്കെയോ കൊണ്ടു. അപ്പോൾ ആളുകൾക്കത് കൊള്ളുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതിൽ സന്തോഷം. ഇനിയും കൊണ്ടുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.